നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ ദുർഗാലക്ഷ്മി ആദ്യമായിട്ടാണ് പുത്തൻപുലരിയിൽ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വാർത്താ അവതാരകയാണ്, ന്യൂസ് പ്രൊഡ്യൂസറാണ്. ഇനിയും ചില വിശേഷണങ്ങൾ കൂടിയുണ്ട്. ബോക്സിംഗ് താരമാണ് എന്നുള്ളതാണ്. അത് നാഷണൽ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു അല്ലേ? സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു. 2 തവണ നാഷണൽ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് വിന്നർ കൂടിയാണ്. ഇനി സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധ കൂടിയാണ്. ബിസിനസ് എക്കണോമിക്സിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കിനി തലക്കെട്ടുകളിലേക്ക് കടന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. പ്രധാന വാർത്തകൾ. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്ക. ആക്രമണത്തിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടു. ഹൂതി ഭീകരരുടെ ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം പൊളിയുന്നു. 5776 അതിദാരിദ്ര്യ കുടുംബങ്ങളിൽ വീടും സ്ഥലവും ലഭ്യമാക്കുന്നത് 412 കുടുംബങ്ങൾ മാത്രം. ജനം ബ്രേക്കിംഗ്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ ഇന്ന് മയക്കുവെടി വയ്ക്കും. പിൻകാലിന് പരിക്കേറ്റ കടുവ നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. ജാഗ്രതാ നിർദ്ദേശവുമായി വനം വകുപ്പ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ പ്രകീർത്തിക്കുന്ന ലേഖനങ്ങളിൽ നിന്നും VSനെ വെട്ടി പിണറായി. ചിന്താവാരികയിലെ ലേഖനത്തിൽ അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. തിരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിൽ അനിശ്ചിതത്വം. ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാതെ സഹകരണ ബാങ്ക്. ലേലം ചെയ്ത പണം കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള 7 ഹർജികൾ കോടതി പരിഗണനയിൽ. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശബരിമല വിശേഷങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. മീനമാസ പൂജകൾക്ക് നട തുറന്നതു മുതലുള്ള ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുകയാണ്. പുതിയ ദർശന ക്രമീകരണത്തിൽ തിരക്ക് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുണ്ട്. ഇന്നും മേൽപ്പാലം വഴി ഭക്തരെ കയറ്റിവിടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. അതെ മനോജ്, മീനമാസ പൂജകൾക്ക് നട തുറന്നതു മുതൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. ഈ ദർശന ക്രമീകരണം ഏത് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്? രോഹിണി, 14-ാം തീയതി മുതൽ നട തുറന്നു. അന്നു മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മുൻവശത്ത് ഇപ്പോൾ ഭക്തരെത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ് സാധാരണ കയറ്റി വിടാനുള്ള ഒരു തീരുമാനം ആയിരുന്നത്. അതായത് പുതിയ ദർശന ക്രമീകരണം അനുസരിച്ച് ഈ കൊടിമര ചുവട്ടിലെത്തുന്ന ഭക്തരെ ഉള്ളിലേക്ക് കയറ്റി വിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിരുന്നത്. എന്തായാലും അങ്ങനെ എത്തുന്ന ഭക്തരെ കയറ്റുന്നുണ്ട് ഉള്ളിലേക്ക്. ഈ ഒരു തിരക്ക് കുറയുന്നതിനനുസരിച്ചാണ് അവർക്ക് വേഗതയിൽ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും നേരിട്ട് നടന്നുകൊണ്ട് തന്നെ ദർശനം നടത്താമെന്നുള്ളതാണ്. അതായത് 20 സെക്കൻഡിലധികം ഭക്തർക്ക് ദർശനം ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ തിരക്ക് കൂടുന്നതിനനുസരിച്ച് മേൽപ്പാലം വഴിയും കയറ്റി വിടേണ്ടി വരുന്നുണ്ട് ഭക്തരെ. കാരണം തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കൊടിമര ചുവട്ടിൽ അധികം നിൽക്കുവാനുള്ള സ്ഥലം കുറവാണ്. അതോടൊപ്പം തന്നെ 18-ാം പടിയിൽ നിന്നും ഭക്തർ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ താമസം ഉണ്ടാകും ഉള്ളിലേക്ക് കയറാൻ. അതോടൊപ്പം തന്നെ മേൽപ്പാലം വഴി ഭക്തരെ കടത്തി വിട്ടില്ലെങ്കിൽ കൂടുതൽ തിരക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നത്. ഏതായാലും ഇതുവഴി മാത്രം, അതായത് ബലിക്കൽപുര വഴി മാത്രം ദർശനം നടത്താമെന്നുള്ളത് ഈ ഒരു തിരക്ക് കൂടുന്നതിനനുസരിച്ച് സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് മാസപൂജ കൂടെയാണ്.
മണ്ഡലകാലം വരുമ്പോഴേക്കും കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഈ സമയം ഈ ഒരു വഴി മാത്രം, അതായത് ഈ മുന്നിലൂടെ ബലിക്കൽപുര വഴി മാത്രം കയറാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. കാരണം അത്രയധികം തിരക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെട്ടാൽ അത് കൂടുതൽ ഭക്തർക്കായാലും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അവർക്ക് സുഗമമായിട്ടുള്ള ദർശനമാണ്, അതിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഇവിടേക്ക് ശബരിമലയിലേക്ക് വ്രതം നോറ്റ് എത്തുന്നത്. ആ ദർശനം അത് സുഗമമാക്കുക എന്നതാണ് ഇവിടെയുള്ള അധികൃതർ അവരുടെയൊക്കെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഒരു പാതയിലൂടെ തന്നെ, അതായത് മുന്നിലൂടെ മാത്രം ദർശനം സാധ്യമാക്കുക എന്നത് ഈ തിരക്കിൻ്റെ ഒരു സാഹചര്യത്തിൽ അത് മാത്രം പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും വിലയിരുത്തുന്നത്. കാരണം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇപ്പോൾ നടത്തുന്നത്. കാരണം ഈയൊരു പാതയിലൂടെ, അതായത് കൊടിമരച്ചൂട്ടിൽ നിന്നും ബലിക്കൽപുരയിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണിക്ക വഞ്ചി വെച്ച് രണ്ടായി തിരിച്ചുകൊണ്ടുള്ള പാതയാണ്. ആ പാതയിലൂടെ ദർശനം നടത്താമെന്നുള്ളതിൽ ഒരു പരിമിതിയുണ്ട്. കാരണം ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ അതിനനുസരിച്ചാണ് ഈ ഒരു ദർശന ക്രമീകരണം. ഇപ്പോൾ നമ്മൾ മുൻവശത്താണ് കാണുന്നത്. ഇനി മേൽപ്പാലത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് മേൽപ്പാലം വഴി ഇറങ്ങി വരുന്ന സോപാനത്തിനരികേക്ക് എത്തുന്ന ഭക്തരാണിവർ. അപ്പോൾ ഇങ്ങനെ എത്തുന്ന ഭക്തരും അതോടൊപ്പം തന്നെ ബലിക്കൽപുര വഴി എത്തുന്ന ഭക്തരും ഒരുമിച്ചാണ് ഉള്ളിലേക്ക് ഈ സോപാനത്തിനരികേക്ക് എത്തുക. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഭക്തർക്ക് വലതുവശം നോക്കിയായിരിക്കും ദർശനം. അതോടൊപ്പം തന്നെ മുന്നിലൂടെ കയറുന്നവർക്ക് നേരിട്ട് ദർശനവും ലഭിക്കും. എന്തായാലും നമുക്ക് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് സോപാനത്തിനരികേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുന്നിലൂടെ എത്തുന്ന ഭക്തരും അതോടൊപ്പം തന്നെ വശത്തൂടെ എത്തുന്ന ഭക്തരും ഒന്നിച്ച് പോകുന്നത് കാണാൻ സാധിക്കും. അത്തരത്തിൽ രണ്ട് ഭാഗം വഴിയും, അതായത് മേൽപ്പാലം വഴിയും അതോടൊപ്പം തന്നെ ബലിക്കൽപുര വഴിയും ഇപ്പോൾ ഭക്തരെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. കാരണം രണ്ട് രീതിയിലുമുള്ള ദർശനമാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കി വരുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ബലിക്കൽപുര വഴിയുള്ള ദർശനം അത് പൂർണ്ണമായും സാധ്യമാകുമോ എന്ന് പരീക്ഷിച്ചു. പക്ഷേ അത് മാത്രമായി നടക്കില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേൽപ്പാലം വഴിയും ഭക്തരെ കയറ്റിവിടുന്നത്. എങ്കിൽ മാത്രമേ ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനാവുകയുള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും ഇതോടുകൂടെ ഇനി മണ്ഡലകാലത്തായാലും അതോടൊപ്പം തന്നെ ഇനി വരുന്ന മാസപൂജകൾക്കായാലും ഇതിലൊരു തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത്. കാരണം ഈ മുന്നിലൂടെയുള്ള ദർശനവും അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലം വഴിയുള്ള ദർശനവും അത് രണ്ടും നടപ്പിലാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തിരക്ക് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ പേർക്ക് ഈ മുന്നിലൂടെ പ്രവേശിക്കാനാകും. പക്ഷേ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഈ മേൽപ്പാലവും കൂടെ ഉപയോഗിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ എത്തുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ്. ഈ ഒരു മാസപൂജയായതിനാൽ തന്നെ കൂടുതൽ പേരും തമിഴ്നാട് അതോടൊപ്പം തന്നെ കർണാടക മേഖലയിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു തിരക്ക് അങ്ങനെ തന്നെ ഓരോ ദിവസവും തുടരുന്നുണ്ട്. മാസപൂജകൾക്ക് സാധാരണ തിരക്ക് കുറവ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കാറ്. പക്ഷേ ഈ മീനമാസ പൂജയ്ക്ക് ഇപ്പോൾ പുതിയ സംവിധാനം കൂടെ ഏർപ്പെടുത്തുമ്പോൾ ഇവിടേക്ക് ഭക്തജനങ്ങൾ അങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി മനോജ്, എന്തായാലും മീനമാസ പൂജകൾക്ക് നട തുറന്നത് മുതൽ ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് തുടരുന്നത്. പുതിയ ദർശന ക്രമീകരണം തിരക്ക് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നുമുണ്ട്. ഇവർക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ മേൽപ്പാലം വഴി ഭക്തരെ കയറ്റിവിടാൻ ആദ്യം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. പക്ഷേ തിരക്ക് കൂടുമ്പോൾ അതിലൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ദർശനം പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതെ അതെ, മാസപൂജയ്ക്ക് നട തുറന്നാൽ പതിവില്ലാത്ത തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മനോജാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അടുത്തതായി നമുക്ക് ആശാ സമരത്തിലോട്ട് ഒന്ന് പോകണം. കാരണം അവരുടെ സമരം തുടങ്ങിയിട്ട് ഇപ്പം 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആശാ വർക്കർമാരുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. നാളെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സമരം 36 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ മൗനം തുടരുന്നു. മരണം വരെ സമരം ചെയ്യുമെന്നാണ് ഇപ്പോൾ ആശാ വർക്കർമാർ പറയുന്നത്. ഇപ്പം നമ്മളോടൊപ്പം ശാലിനി ചേരും, നമ്മുടെ പ്രതിനിധി. ശാലിനി, ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ പ്രതികരണം എങ്ങനെയാണ്?
സമരം ഇപ്പോൾ 34 ദിവസം പിന്നിടുകയാണ്. ഈ ഘട്ടത്തിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സമരം വരും ദിവസങ്ങളിൽ ശക്തമാക്കാൻ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 34 ദിവസമായി ഇവിടെ സമരം ചെയ്തിട്ടും അവരുടെ ഇൻസെന്റീവോ ഓണറേറിയമോ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ തലത്തിലൊരു കൃത്യമായ ധാരണയാവുകയോ ഒപ്പം തന്നെ ജോലി അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് വേണ്ട സഹായം നൽകാനുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇപ്പോൾ സമരസമിതിയുടെ ഒരു മെമ്പർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ 34 ദിവസത്തിലധികമായി ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമാണ് ഇവർ. ഇപ്പോൾ ഈ സമരം 34 ദിവസം പിന്നിടുന്നു. നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടക്കുന്നു. എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ണു തുറക്കാത്തതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇനി എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകും? സർക്കാർ ഇതുവരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു തീരുമാനം തിരുത്തേണ്ടതാണ്. നമുക്കറിയാം 35 ദിവസമാകുകയാണ് ഇന്ന് ഈ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ അതിനെ അവഗണിച്ച് വിടുക എന്ന് പറയുന്നൊരു സമീപനമാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അത് ശരിയല്ല. അത് കാരണം കേവലം 232 ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മാന്യമായൊരു വേതനം ആശാവർക്കർമാർക്ക് ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ അന്യായമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഈ LDF ഗവൺമെൻറ് അവരുടെ പ്രകടന പത്രികയിൽ വെച്ചിരുന്ന 700 രൂപ എന്നുള്ളൊരു അതൊരു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന് പറഞ്ഞിരുന്നൊരു വാഗ്ദാനമാണ്. അത് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് വളരെ ന്യായമാണ്. അതിനകത്ത് മറ്റൊരു കാര്യമില്ല. ഇനി വേതനം കൂട്ടാതെ ഈ ജോലി തുടരാൻ ആശാവർക്കർമാർക്ക് പറ്റില്ല. കാരണം വേതനമില്ലാതെ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സന്നദ്ധ പ്രവർത്തനമല്ല. അതുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ ജില്ലകളിലും ഉത്തരവിട്ടിരിക്കുന്നു. നാളെ ഉപരോധം നടക്കുന്ന ദിവസത്തെ അടിയന്തരമായി ജോലിക്ക് ഹാജരാകാൻ ട്രെയിനിങ്ങിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഉത്തരവിട്ടിരിക്കുന്നു. അപ്പോൾ സന്നദ്ധ പ്രവർത്തകരാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിർബന്ധമായൊരു ഉത്തരവിടുന്നത്? അപ്പോൾ അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് ഇതൊരു സന്നദ്ധ പ്രവർത്തനമല്ല. ഇത് ആരോഗ്യ വകുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു സ്ഥിര സ്വഭാവത്തിലുള്ളൊരു ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്ഥിര സ്വഭാവത്തിൽ ഇത്ര ദീർഘനാളായി ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു തീരുമാനം. ഈ സമരം 35 ദിവസം പിന്നിടുമ്പോഴും ഈ CPM-ന്റെ പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള അധിക്ഷേപം ഈ ഘട്ടത്തിലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം CP-യുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കിക്കാണുന്നത്? ഈ ഒരു സമരം ഇപ്പോൾ ഇത്ര ദിവസം പിന്നിടും അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം വളരെ മുതിർന്ന നേതാക്കളാണ് ഇത്തരം അധിക്ഷേപങ്ങളും വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. ജനം വിലയിരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നാളെ എത്ര പേരെ പങ്കെടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് നാളത്തെ ഒരു സമരം? നാളെ ഉപരോധമാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ്. ഒരുപക്ഷെ വനിതകൾ ആദ്യമായിട്ടായിരിക്കും ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് കടക്കുന്നത്. കാര്യമായൊരു പങ്കാളിത്തം എല്ലാ ജില്ലകളിൽ നിന്നുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജില്ലകളിലും അടിയന്തര ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഉത്തരവ് പോയിരിക്കുകയാണ്. അതിനൊക്കെ മറികടന്നുണ്ട്. കാരണം ഒരിക്കൽ പോലും ആശാവർക്കർക്ക് വേതനം കിട്ടാതിരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥരും വന്ന് അല്ലെങ്കിൽ ഒരു തരത്തിലും വന്ന് 1 രൂപ പോലും ഒരു സഹായിച്ചിട്ടില്ല. എന്നിട്ട് കോവിഡ് കാലത്ത് പോലും 4 മാസം 3 മാസം പിന്നിട്ടിട്ടാണ് വേതനം കിട്ടിയത്. കുടിശ്ശികയാക്കിയാണ് കിട്ടിയത്. ആ സമയത്ത് പോലും നിങ്ങളൊരു 5 രൂപ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഇവരാരും നൽകിയിട്ടില്ല. ഒരു ഗവൺമെൻറ് നൽകിയിട്ടില്ല, ഒരു പഞ്ചായത്ത് നൽകിയിട്ടില്ല. അപ്പോൾ പിന്നെ അവർ സമരം ചെയ്ത് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് അതിനെ തുരങ്കം വയ്ക്കാൻ ഈ ഇത്രയും സംവിധാനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിറങ്ങി ഈ പാവപ്പെട്ട ആശാവർക്കർമാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. പക്ഷെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാർ വരും. ലക്ഷ്യം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ലക്ഷ്യം അത് വളരെ ക്ലിയറാണ്. കാരണം വേറെന്താ മാർഗമുള്ളത്? ഒരു മാർഗവുമില്ല. അതുകൊണ്ട് അത് നേടിയെടുത്തിട്ടേ ഈ സമരം അവസാനിക്കുകയുള്ളൂ. ആശാവർക്കർമാർ പറഞ്ഞതുപോലെ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കും വരെ സമരം തുടരുമെന്നുള്ളതാണ്. ചർച്ചയ്ക്ക് സർക്കാർ ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പല സെക്രട്ടേറിയറ്റ് ഉപരോധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും സ്ത്രീകൾ മുഴുവനുമായും ഒരു സമരം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ത്രീകൾ മാത്രമായി സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടങ്ങൾ ഉൾപ്പെടെ കന്റോൺമെന്റ് ഗേറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ പോവുകയാണ്. എന്തായാലും അവിടെയെങ്കിലും ഒരു നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ആശാവർക്കർമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 34 ദിവസമായി 35-ാം ദിവസമാണ്. അങ്ങനെ 35-ാം ദിവസത്തേക്ക് അവരുടെ സമരം കടക്കുമ്പോഴും ഒരു രീതിയിലുള്ള നടപടികളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സമര പൊങ്കാല ഇവർ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിനു മുൻപ് വിവിധ മേഖലകളിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ള വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മഹിളാ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അന്നൊന്നും ഒരു രീതിയിലുമുള്ള ചർച്ചയ്ക്ക് സർക്കാർ തലത്തിൽ നിന്ന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ ആവശ്യപ്പെടുന്നത് തുച്ഛമായ ചില ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ
അംഗീകരിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളെയും ഒപ്പം തന്നെ സ്ത്രീകളായിട്ടുള്ള സമരക്കാരെ അധിക്ഷേപിക്കുന്ന CPM-ന്റെ നിലപാട് അവർക്ക് എന്തു പറ്റി എന്നുള്ളൊരു ചോദ്യമാണ് ഫെഡറേഷന്റെ ആൾക്കാർ ചോദിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു സമരം ഒരു ഭാഗത്ത് തുടരുമ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന നിലപാട് മറുവശത്ത് സ്വീകരിക്കുക, ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും കേന്ദ്രത്തിനെ പഴിചാരിക്കൊണ്ടും രക്ഷപ്പെടാനുള്ള CPM-ലെ മുതിർന്ന നേതാക്കളുടെ ശ്രമവും നമ്മൾ കണ്ടതാണ്. എന്നാലും അതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും സമരം മുന്നോട്ട് പോവുക. ഒരു പക്ഷേ നാളെ ഇവിടെ വലിയൊരു സംഗമമായി ഈ ഒരു ഉപരോധ സമരം നടക്കുമ്പോൾ അതിനെ അടിച്ചമർത്താൻ പോലീസിനെ ഉപയോഗിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാളെ ഒരു വലിയ സംഗമം ഇവിടെ നടത്തുന്നത്, ഉപരോധം സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരിശീലന പരിപാടി എന്ന ഉത്തരവ്, ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാതെ വിവിധ ജില്ലകളിൽ നിന്ന് ഏകദേശം 20,000-ത്തിലധികം വരുന്ന ആശാവർക്കർമാർ നാളത്തെ ഈ ഉപരോധത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഈ ആശാവർക്കർമാരുടെ സംഘടന ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, അവരുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണല്ലേ രോഹിണി? ഇത്ര ദിവസമായി അവർ സമരം തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള നടപടി എടുക്കാത്തതും അത് മാത്രമല്ല നേതാക്കൾ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധമാണ്, അതും പൊളിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് തന്നെ പോകും, സമരം മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതിനൊരു അവസാനം കണ്ടേ പിറകിലേക്കുള്ളൂ എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്. അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പൊള്ളത്തരമെന്ന് തെളിയുന്നു. മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ ഒച്ചിഴയുന്ന വേഗത്തിലാണ്. 5776 അതിദരിദ്ര കുടുംബങ്ങളിൽ വീടും സ്ഥലവും ലഭ്യമാക്കാനായത് 412 കുടുംബങ്ങൾക്ക് മാത്രം. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി കണ്ടെത്താൻ ലാൻഡ് പർച്ചേസ് ഫെസിലിറ്റേഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഉത്തരവിറക്കി സർക്കാർ. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, അതിദാരിദ്ര്യം തുടച്ചു നീക്കും എന്നാണ് സർക്കാർ പലപ്പോഴും പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊക്കെ പൊള്ളത്തരമാണ് എന്ന് തെളിയുന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികളൊക്കെ ഒച്ചിഴയുന്ന വേഗത്തിലാണ് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല അതിദരിദ്ര കുടുംബങ്ങളിൽ വീടും സ്ഥലവും ലഭ്യമാക്കാനായത് 412 കുടുംബങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ കണക്കുകൾ പ്രകാരം അത് 5776 പേർക്കാണ് നൽകേണ്ടിയിരുന്നത്. അതിൽ വെറും 412 പേർക്കേ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ടിൻഡു കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രധാന അജണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്തെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്തെ പ്രഖ്യാപനങ്ങൾ ഒന്നായിരുന്നു സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കുക എന്നത്. 2025 നവംബർ 1-ാം തീയതി സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുമെന്ന് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും പല പൊളിറ്റിക്കൽ പ്രസംഗ വേദികളിലും പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ്. ഇതിൽ 5776 അതിദാരിദ്ര്യരുണ്ടെന്നാണ് പട്ടിക പ്രകാരം കണ്ടെത്തിയിട്ടുള്ളത്. അത് ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തി അത് സർക്കാരിന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ 416 പേർക്ക് മാത്രമാണ് ഈ വീടും സ്ഥലവും അല്ലെങ്കിൽ അതിദാരിദ്ര്യ പട്ടികയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഒഴിവാക്കാനായിട്ടുള്ളത്. അതായത് വെറും 7.1% അതിദാരിദ്ര്യരെ മാത്രമാണ് നല്ലൊരു ബെറ്റർ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. അതിന് 93% അല്ലെങ്കിൽ 92% അതിദാരിദ്ര്യ പട്ടിക അല്ലെങ്കിൽ പട്ടികയിൽ 92% ആളുകൾ ഇപ്പോഴും സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ ഈ വ്യക്തമായ രീതിയിലുള്ള പുനരധിവാസമോ അല്ലെങ്കിൽ സ്ഥലമോ വീടോ ഇല്ലാതെ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ കടക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും അതിദാരിദ്ര്യരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കാനും അവരെ കണ്ടെത്താനും അവരെ പട്ടികപ്പെടുത്താനും ഒക്കെ വിവിധ തരത്തിലുള്ള വിവിധ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഈ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്, ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് പ്രത്യേക പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, മൈക്രോ പ്ലാനുകൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം ഏതാണ്ട് 5 വർഷം ഇത്തരത്തിൽ അതിദാരിദ്ര്യരെ കണ്ടെത്തുക എന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2025 ആകുമ്പോഴേക്കും അതിലെ 7% ആളുകൾക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാരിനെ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഏതാണ്ട് 8 മാസം മാത്രമാണ് 2025 നവംബർ മാസം അവസാനിക്കാൻ കാത്തിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 92% ആളുകളെ ഇത്തരത്തിൽ ഈ പട്ടികയിലുണ്ട്. അവരെ ഈ പറയുന്ന പോലെ അതിദാരിദ്ര്യരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നല്ല മികച്ച നിലവാരമുള്ള ജീവിതം കൊടുക്കാൻ സർക്കാർ
സർക്കാരിന് കഴിയണം. സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ടുള്ള പദ്ധതിയാണ് അതിദാരിദ്ര്യരെ സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കുക എന്ന്, അല്ലെങ്കിൽ അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന്. പക്ഷേ ഈ 5 മാസം അല്ലെങ്കിൽ 8 മാസത്തിനുള്ളിൽ 92% ആളുകളെ എങ്ങനെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നല്ലൊരു മികച്ച ജീവിതം അല്ലെങ്കിൽ നല്ലൊരു മികച്ച ജീവിതം നൽകി അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അതിദാരിദ്ര്യരെ കണ്ടെത്തുന്നതും അതിനു വേണ്ടിയിട്ട് പട്ടികകൾ തയ്യാറാക്കുന്നതും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നതും വിവിധ പദ്ധതികൾ രൂപീകരിക്കുന്നതും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിൽ 1-2 പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികം വിവിധ തരത്തിലും അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിൽ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പദ്ധതിയാണ്. ഇതിന് വ്യക്തമായ കണക്കൊന്നുമില്ല. എത്ര രൂപ ഈ പദ്ധതികൾക്ക് വേണ്ടി ചെലവാക്കി, എത്ര രൂപ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൊടുത്തു, എത്ര രൂപ മൈക്രോ പ്ലാനുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി, എത്ര രൂപ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടി, അതിന് വ്യക്തമായ കണക്കൊന്നുമില്ല. ആ ഒരു വ്യക്തമായ കണക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ 8 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറംഗ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. വീണ്ടും ദാരിദ്ര്യരുടെ പട്ടിക കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ ദാരിദ്ര്യം കണ്ടെത്തുന്നതിനും അത് പട്ടികപ്പെടുത്തുന്നതിനുമായിട്ടുള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അധിക സാമ്പത്തിക ചെലവാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലെ സർക്കാർ അല്ലെങ്കിൽ മുന്നോട്ട് പോയ സർക്കാർ കാണിക്കുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഒട്ടും ഭദ്രതയില്ലാത്തൊരു പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ആദ്യം തയ്യാറാക്കിയ പട്ടികകൾ വെച്ചുകൊണ്ട് തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പദ്ധതിയാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും ധനസഹായം പ്രഖ്യാപിച്ചു, പല ഘട്ടങ്ങളിലും പദ്ധതി രൂപീകരണം വീണ്ടും അത് രൂപീകരിക്കുന്നു, വീണ്ടും കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. അത്തരത്തിൽ വീണ്ടും ഇതിനെ ഇങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് അധിക ധനസഹായം കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഒരു 10% കൂടുതൽ ആളുകളെ പോലും മികച്ച ജീവിത നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന 5776 പേരടങ്ങുന്ന അതിദാരിദ്ര്യരുടെ പട്ടികയിൽ നിന്നും ഒരു മികച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഒരു പട്ടിക തയ്യാറാക്കുന്നതിന് വീണ്ടും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം അധിക സാമ്പത്തിക ചെലവാണ്. കാരണം അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് ഈ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ സർക്കാർ പ്രഖ്യാപനം നടത്തുമ്പോഴും കൃത്യമായി അത് കണ്ടെത്താനുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ദുർഗ, 5776 അതിദരിദ്ര കുടുംബങ്ങളിൽ ഇപ്പോൾ ഇതുവരെ വീടും സ്ഥലവും നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് വെറും 412 എന്നിട്ട് ഇപ്പോൾ ടിൻഡു പറയുന്നത് അനുസരിച്ച് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പിന്നീടും ഒരു കമ്മിറ്റി കൂടി രൂപീകരിക്കുകയാണ്. ഇതൊക്കെ അധിക സാമ്പത്തിക ചിലവ് തന്നെയാണ്. പ്രായോഗികമായി കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാന്റെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അഫാന്റെ സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കസ്റ്റഡിയിൽ ലഭ്യമായാൽ ഇരുവരെയും കൊലപ്പെടുത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയപ്പോഴും ഈ അഫാൻ ഒരു കൂസലും ഇല്ലാതെയാണ് പെരുമാറിയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. ദുർഗ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ നിർണായകമായിട്ടുള്ള അടുത്തഘട്ട തെളിവെടുപ്പ് ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അഫാൻ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കൊലപാതകങ്ങളിൽ, അതായത് അഫാന്റെ ഉപ്പയുടെ സഹോദരൻ അബ്ദുൾ ലത്തീഫിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കൊലപാതകത്തിൽ പോലീസ് തെളിവെടുപ്പിന് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോരുന്നത്. ഏകദേശം 7-ലധികം സ്ഥലങ്ങളിലാണ് അഫാനെ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നത്. യാതൊരു രീതിയിലുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളോ ഒന്നും തന്നെ അഫാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യാതൊരു മുഖവ്യത്യാസങ്ങളോ ഭാവവ്യത്യാസങ്ങളോ ഒന്നും തന്നെ അഫാനിൽ അന്ന് പ്രകടമായിരുന്നുമില്ല. പോലീസിനോട് പക്ഷേ സഹകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. സമാനമായി തന്നെ ഇന്നും വെഞ്ഞാറമൂട് പോലീസ് ഈ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രധാനപ്പെട്ട കൊലപാതകങ്ങൾ, അതായത് അഫാന്റെ സഹോദരൻ അഫ്സാനെയും ഒപ്പം തന്നെ പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തിച്ചായിരിക്കും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുക. ആ തെളിവെടുപ്പിൽ
നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം 5 പേരുടെ കൊലപാതകമാണ്. ആ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കൽ ഇതുവരെ വെഞ്ഞാറമൂട് മേഖലയിലെ ആൾക്കാർക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഘട്ടത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വ്യക്തത തേടുന്നത്. ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തതകളും ആശങ്കകളും ഈ ഘട്ടത്തിലും തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ കൊലപാതകം നടക്കുന്നതിന് മുൻപ് തന്നെ കരുതിക്കൂട്ടി ചില ഗൂഢാലോചനകൾ അഫാൻ നടത്തിയിട്ടുണ്ട്. കൊല ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ചുറ്റിക കാശ് കൊടുത്ത് വാങ്ങുന്നു. ഒപ്പം തന്നെ ഗൂഗിളിലും യൂട്യൂബിലും അടക്കം ചില കാര്യങ്ങൾ സെർച്ച് ഹിസ്റ്ററി സൈബർ പോലീസിന്റെ സഹായത്തോടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് സംശയങ്ങളും ദുരൂഹതകളും ഇപ്പോഴും തുടരുകയും ചെയ്തു. ഒപ്പം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി, അതായത് ഇത്രയധികം ഒരു കൊലപാതകം നടത്താനോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അഫാന്റെ ഉപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും തന്റെ മകനെ തള്ളിപ്പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ തള്ളിപ്പറയാത്ത സാഹചര്യത്തിലേക്ക് ഉമ്മ തുടരുന്ന പശ്ചാത്തലവും ഈ കേസിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യതയുടെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ്. എന്തായാലും 60 ലക്ഷം രൂപയോളം സാമ്പത്തിക ബാധ്യതയുണ്ട് ഈ കുടുംബത്തിന് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കൂടിയാണ് ഈ അന്വേഷണ സംഘങ്ങൾ എത്തുകയും ചെയ്യുന്നത്. 3 കേസുകളാണ് പ്രധാനമായും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലെല്ലാം അന്വേഷണം ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ, മറ്റേതെങ്കിലും കാരണമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഒപ്പം തന്നെ വ്യക്തിവൈരാഗ്യമുണ്ടോ, ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും ഇതിൽ സഹായം നൽകിയതായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും അതിനൊക്കെ ഒരു നിർണായക ഘട്ടം കൂടിയാണ് ഈ തെളിവെടുപ്പ്. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടി വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡി വാങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളടക്കമുള്ളവർ വൈകാരികമായി പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെളിവെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും അന്തിമമായ തീരുമാനം അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. എന്തായാലും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ തെളിവെടുപ്പ് നടപടികൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് വെഞ്ഞാറമൂട് പോലീസ് ആലോചിക്കുകയും ചെയ്യുന്നത്. ദുർഗ, തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. അഫാനെ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയുന്നത്. തെളിവെടുപ്പും ഇന്നുണ്ടാകും. അതുമാത്രമല്ല, ശാലിനി പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ് ദുർഗ, അതുകൊണ്ട് തന്നെ പരിസരങ്ങളിലെല്ലാം വീടുകളിലെല്ലാം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ വൈകാരികമായി പ്രതികരിക്കുകയാണെങ്കിൽ അത് വലിയൊരു വിഷയമാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തെളിവെടുപ്പ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണ ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ്. മണിക്കൂറിൽ എന്തായാലും നമുക്കറിയാം ബാക്കി അപ്ഡേറ്റ്സ്. അതെ, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിൽ നിന്ന് VS-നെ വെട്ടി പിണറായി വിജയൻ. ചിന്താവാരികയിലെ ലേഖനത്തിൽ അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് പരാമർശമില്ല. 96-ലെ നായനാർ സർക്കാരിനെ പരാമർശിച്ച ശേഷം പറയുന്നത് 1ാം പിണറായി സർക്കാരിനെ കുറിച്ച് മാത്രം. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, പിണറായി വിജയൻ്റെ അപ്രമാദിത്വം ഇങ്ങനെ എല്ലാ മേഖലകളിലും വരുത്തി തീർക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിലെ VS-നെ തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് ചിന്താവാരികയിലെ ലേഖനം വന്നതും? തീർച്ചയായിട്ടും രോഹിണി, 17 വർഷം CPM-നെ ഭരിച്ച സംസ്ഥാന സെക്രട്ടറി എന്ന പിണറായി വിജയൻ്റെ ഉരുക്കുമുഷ്ടിയാണ് നമുക്ക് ആ ലേഖനം മുഴുവനായി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിന്താവാരികയിലാണ് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരുത്തിയ സ്വാധീനങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന ഒരു ലേഖനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയിട്ടുള്ളത്. ഇതിൽ 1937-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊള്ളുമ്പോഴുള്ള നേതാക്കന്മാരെ കുറിച്ചാണ് ആദ്യം പരാമർശിച്ചു തുടങ്ങുന്നത്. അതിൽ കേരളത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് കമ്മ്യൂണിസ്റ്റ് LDF സർക്കാരുടെ സംഭാവനകൾ എന്ന് തുടങ്ങുന്ന ലേഖനത്തിൽ ആദ്യ 4 നേതാക്കന്മാരായിട്ടുള്ള P. കൃഷ്ണപിള്ള, EMS, അതോടൊപ്പം തന്നെ K. ദാമോദരൻ, NC ശേഖർ തുടങ്ങിയ 4 നേതാക്കന്മാർ തുടങ്ങിവെച്ച ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ തുടങ്ങിയ 4 നേതാക്കന്മാർ തുടങ്ങിവെച്ച 1937-ലെ പ്രസ്ഥാനത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ എഴുതി തുടങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ 1996 കാലഘട്ടത്തിൽ EK നയനാർ നടത്തിവെച്ച ആഗോള ഉദാരവൽക്കരണ സാമ്പത്തിക മേഖലയിലെ വളർച്ചകൾ എന്ന് തുടങ്ങുന്ന പരാമർശത്തിൽ ആ ലേഖനത്തിൻ്റെ നടുക്കത്തെ ഖണ്ഡിക അവസാനിക്കുന്നു. പിന്നീട് തുടങ്ങുന്നത് 2016-ൽ
പിന്നീട് തുടങ്ങുന്നത് 1996 ശേഷം പിന്നീട് തുടങ്ങുന്നത് 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതലുള്ള കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് രൂപീകരിക്കുന്നതും അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും പിന്നീട് വരുന്നത് ഈ ധനകാര്യ മേഖലയിലെ വിനിയോഗങ്ങളെക്കുറിച്ചും IT മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1996 2016 ഇടയിൽ 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടം VS കേരളം ഭരിച്ച കാലഘട്ടമായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന ഇടതു നേതാവ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒരിടങ്ങളിൽ പോലും മുഖ്യമന്ത്രി പ്രതിപാദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിന്താവാരികയിൽ അടിച്ചു വന്ന ഈ ലേഖനത്തിൽ VSന്റെ മുഖം മാത്രം ഒരു പേജിൽ, അല്ലെങ്കിൽ ഈ ഖണ്ഡികയുടെ അല്ലെങ്കിൽ ഈ പാരഗ്രാഫുകളുടെ ഇടയിൽ ഒരു പേജിൽ VSന്റെ ഒരു ഫോട്ടോ മാത്രമാണ് പതിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ 1937 മുതൽ 2025 വരെയുള്ള കാലഘട്ടം എടുക്കുമ്പോൾ 1937 1.25 കോടി ജനങ്ങളായിരുന്നു കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ആ ജനസംഖ്യ ഉള്ള സമയത്താണ് ഈ പാർട്ടി രൂപപ്പെടുന്നതും അവിടെ VS അച്യുതാനന്ദൻ നേതാവ് വളർന്നു വരുന്നതും. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നതിന് മുന്നേ ജനിച്ച നേതാവ് 1923 VS അച്യുതാനന്ദൻ എന്ന നേതാവ് ജനിക്കുന്നത്. പാർട്ടി രൂപീകരിക്കപ്പെടുന്നപ്പോൾ VSന് പ്രായം 14. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ പാർട്ടിയെ വിവിധ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിൽ കൊണ്ടുവരാനൊക്കെ വളരെയധികം സ്വാധീനിക്കപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് VS ആയിരുന്നു. ആ VSനെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ ഒഴിവാക്കിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും കേരളത്തിലെ സർക്കാർ രൂപീകരണത്തിനെ പറ്റി വളരെ വിശാലമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിന്താലേഖനത്തിൽ എഴുതുന്നു. നമുക്കറിയാം 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ VS എന്ന ആയുധത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പാർട്ടി പ്രചരണങ്ങൾ നടത്തിയത്. VS മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അന്ന് ഈ പ്രസ്ഥാനത്തിന് വോട്ട് കൊടുത്ത കുറേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടായിരുന്നു. ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി പിന്നീട് മുഖ്യമന്ത്രിയായി വരുന്നത്. പാർട്ടി പിണറായി വിജയനിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ചിന്താവാരികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഈ ലേഖനം. അത് 17 വർഷം CPM എന്ന പാർട്ടിയെ ഭരിച്ച, അല്ലെങ്കിൽ 17 വർഷക്കാലം CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച പിണറായി വിജയന്റെ ഉരുക്കുമുഷ്ടിയാണ് ആ ലേഖനങ്ങളിൽ മൊത്തം. പിണറായി വിജയന്റെ കറുത്ത കൈകളാണ് ആ ലേഖനത്തിൽ മുഴുനീള കാണാൻ സാധിക്കുന്നത്. VSനെ സൗകര്യപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് പിണറായി സർക്കാരിനെ ഒന്നും രണ്ടും പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ മുഴനീളെ മുഴച്ചു നിൽക്കുന്നത് ഈ പിണറായി വിജയന്റെ സ്തുതിപാഠകങ്ങളാണ്. അതിൽ നിന്നും VSനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള സ്തുതിപാഠകങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത്. നമുക്കറിയാം ഏപ്രിൽ 3-ാം തീയതി പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് ചിന്താവാരികയിൽ വന്നൊരു ലേഖനത്തിലാണ് ഇത്തരത്തിൽ VSനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് VSനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ലേഖനം പുറത്തു വന്നിട്ടുള്ളത്. രോഹിണി, യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്കൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമെതിരെ ഹൂതി ഭീകരരുടെ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണത്തിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇപ്പം യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കുകയാണ് അമേരിക്ക. കൂടുതൽ വിശദാംശങ്ങൾ. ദുർഗ, തീർച്ചയായും അതിശക്തമായൊരു ആക്രമണമാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നടക്കുന്നത്. ഈ ഹൂതി ശക്തി കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ ഒരു വ്യോമാക്രമണമാണ് നടത്തുന്നത് അമേരിക്കൻ സൈന്യമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിശക്തമായൊരു ആക്രമണം നടന്നു. അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിൽ നിന്നും 15ഓളം പേർ കൊല്ലപ്പെട്ടു, നിരവധി കെട്ടിടങ്ങളെല്ലാം തകർന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വളരെ കൃത്യമായി നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്ന വിവരങ്ങളും പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഹൂതി ഭീകരരാണ്, അവർ വിമതർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനയല്ല, മറിച്ച് അതൊരു ഭീകര സ്വഭാവമുള്ള മനുഷ്യത്വഹീനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഭീകരരായി പ്രഖ്യാപിക്കും ഉടൻ തന്നെ എന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നത്. നമുക്കറിയാവുന്നതാണ്, യമനിൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടന സ്വാഭാവികമായും അവരുടെ നിയന്ത്രണത്തിലുള്ള ചെങ്കടലിൽ അതിശക്തമായ ഒരു ഇടപെടൽ നടത്തുകയും അല്ലെങ്കിൽ സൈനികമായ ആക്രമണങ്ങൾ നടത്തുകയും ആ ആക്രമണങ്ങൾ തുടർച്ചയായി ഈ മർക്കൻറ്റൈൽ മറീനുകൾക്ക് നേരെ അല്ലെങ്കിൽ ഈ മർച്ചൻ്റ് നേവിക്ക് നേരെ കപ്പലുകൾക്ക് നേരെ നടത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ചെങ്കടലിനെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം പോലും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കപ്പൽ ഗതാഗതത്തിന് സംഭവിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിശക്തമായ ആക്രമണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ട്രംപ് വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ചില മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഹൂതി വിമതർക്ക് ആയുധങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നത് ഇറാനിൽ നിന്നും, ഇറാൻ പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ പശ്ചിമേഷ്യയിലെ ആ സ്വാഭാവികമായി നിലനിൽക്കുന്ന ഭീകര അന്തരീക്ഷത്തെ
ഇല്ലാതാക്കുക എന്നതിനെ ഹൂതി വിമതർക്ക് നേരെ ഉണ്ടാകേണ്ട നടപടി അനിവാര്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേലിന് നേരെ തുടർച്ചയായി വൻതോതിൽ മിസൈൽ ആക്രമണമെല്ലാം തന്നെ ഈ ഹമാസുമായുള്ള സംഘർഷം നിലനിന്ന സാഹചര്യത്തിൽ ഹൂതി വിമതരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള, അതായത് ഹമാസ്, അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഇതുപോലെ തന്നെ ഇസ്ലാമിക് ഗാർഡ് ഫോഴ്സസും തുടങ്ങുന്ന സംഘടനകളുടെ ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ എല്ലാം തന്നെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന രീതിയായിരുന്നു ഹൂതി വിമതർക്കുള്ളത്. അത്തരത്തിൽ ഹൂതി വിമതർ തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും കപ്പൽ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര വാണിജ്യത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞത്. ഇന്ന് ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിവരം വിശദീകരിച്ച് കുറിപ്പെഴുതുമ്പോൾ ആ കുറിപ്പിൻ്റെ അവസാന വരികളിൽ അദ്ദേഹം ക്യാപിറ്റൽ ലെറ്ററിൽ വളരെ കൃത്യമായി വലിയ അക്ഷരത്തിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ സമയം അടുത്തു കഴിഞ്ഞു, നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞു, ഇനി ഉള്ളത് ദുരന്തം അല്ലെങ്കിൽ നരകം നിങ്ങൾക്ക് മുകളിൽ പേമാരിയായി പെയ്തിറങ്ങുമെന്ന വളരെ കൃത്യമായൊരു സൂചനയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഹൂതി വിമതരെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള അതിശക്തമായ നീക്കങ്ങൾ നടത്തും. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയെ നിരായുധീകരിച്ചതുപോലെ, അതുപോലെ തന്നെ ഹമാസിന് നേരെയുണ്ടായ നടപടികൾ പോലെ ഹൂതി വിമതരെയും ആ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള കടുത്ത നടപടിയിലേക്ക് ട്രംപ് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് 15ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതിശക്തമായ സൈനിക വിന്യാസം മേഖലയിൽ നടന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ദുർഗ, യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ 15 പേരോളമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികൾ സമരത്തിലേക്ക്. നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്കാണ് നീങ്ങാൻ തീരുമാനം. കഴിഞ്ഞ ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്നയാണ് ചേരുന്നത്. ദിസ്ന, സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ, അത് PG വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദുർഗ, നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഈ PG വിദ്യാർത്ഥികളായ ഡോക്ടർമാർക്ക് സ്റ്റൈപ്പൻഡ് ലഭ്യമാവേണ്ടത്. പക്ഷേ ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്റ്റൈപ്പൻഡ് ലഭ്യമായിട്ടില്ല. ഇതേ തുടർന്നാണ് അത്തരത്തിൽ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് അവർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് പ്രകാരം സൂചനാ പണിമുടക്കുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്, സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെയൊക്കെ വളരെയധികം ലഭ്യതക്കുറവുണ്ട്. അത്തരത്തിൽ ഈ PG ഡോക്ടർമാർ ആയ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സമരത്തിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണക്കാരായ രോഗികളെ ഇത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുമെന്നത് തന്നെയാണ് ഒരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത്. അത്തരത്തിൽ സ്റ്റൈപ്പൻഡ് ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിലുമാണ് ഇത്തരത്തിൽ PG ഡോക്ടേഴ്സ് ആയ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭ്യമാവാത്തത് എന്നൊരു പരാതി തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വലിയൊരു രീതിയിൽ അവർ പ്രത്യേകിച്ച് ബന്ധപ്പെട്ട അധികൃതരുമായൊക്കെ തന്നെയും ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഉടനടി പ്രശ്നത്തിന് പരിഹാരം കാണും എന്നൊരു കാര്യം മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലെ PG വിദ്യാർത്ഥികളെ മാത്രം ഇത്തരത്തിൽ നിരാകരിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വലിയൊരു സമരം, സൂചനാ പണിമുടക്ക് മെഡിക്കൽ കോളേജ് ഓഫീസിൽ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പാളോടൊപ്പം അവർ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കാര്യം ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഉടനടി തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ്. എന്നാൽ നാളേക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് PG ഡോക്ടേഴ്സിന്റെ വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രധാനമായും അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ വർഷത്തിന് സമാനമായ രീതിയിൽ 4% ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലും അവർക്ക് യാഥാർത്ഥ്യമാവുന്നില്ല. പലതരത്തിലുള്ള ലോണുകൾ ഉൾപ്പെടെ ഈ വിദ്യാർത്ഥികൾക്കുണ്ട്, പഠനമുണ്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ സ്റ്റൈപ്പൻഡ് ലഭ്യമല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസ് പറയുന്നത്. പ്രധാനമായും കാഷ്വാലിറ്റി, എമർജൻസി ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കായിരിക്കും കടക്കുക എന്ന് പറയുന്നു. നാളെ സൂചനാ പണിമുടക്കുണ്ട്. ആ ഘട്ടത്തിൽ കാഷ്വാലിറ്റിയും എമർജൻസിയും ബഹിഷ്കരിക്കില്ല. നാളെ അത് പ്രവർത്തിക്കും. 24 മണിക്കൂർ പണിമുടക്ക് നടത്താനാണ് ശ്രമം. നാളെയും ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ തുടർന്നു വരുന്ന സമരങ്ങളിലൊക്കെ തന്നെയും കാഷ്വാലിറ്റി വിഭാഗവും എമർജൻസിയും ഒക്കെ തന്നെയും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കായിരിക്കും കടക്കുക എന്ന് തന്നെയാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. നമുക്കറിയാം, കൂടുതൽ ആളുകളും തന്നെ പഠിക്കുന്നു, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നു. അതൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ടിലേക്ക് കടക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളോട് മാത്രം ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാവുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണെങ്കിൽ ഈ ഡോക്ടർമാരുടെ എണ്ണം വളരെയധികം കുറവാണ്. അത്തരത്തിൽ ഈ PG ഡോക്ടർമാരും സമരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ
അവിടെ എത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ദുർഗ, സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് പോവുകയാണ്. നാളെ മുതലാണ് അവർ അനിശ്ചിതകാല സമരം തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം സൂചനാ പണിമുടക്ക് നടത്തിയിരുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ദിസ്ന. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്ന് മയക്കുവെടി വയ്ക്കും. പിൻകാലിന് പരിക്കേറ്റ കടുവയ്ക്ക് ഇരപിടിക്കാനോ നടക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ്. കോട്ടയം DFO N രാജേഷിന്റെ നേതൃത്വത്തിൽ വെറ്ററിനറി ഡോക്ടർ അനുരാജാണ് കടുവയെ മയക്കുവെടി വയ്ക്കുക. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, എന്തായാലും ഏറ്റവും ഒടുവിലായി ഇനി കടുവയെ മയക്കുവെടി വയ്ക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം അത് സ്വയം കൂടിനുള്ളിൽ കയറില്ല എന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട്. തുടർ നടപടികൾ എങ്ങനെയായിരിക്കും പുരോഗമിക്കുക? നിലവിലിപ്പോൾ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത്. ശക്തമായ മൂടൽമഞ്ഞ് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഈ മൂടൽമഞ്ഞ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡ്രോൺ നിരീക്ഷണത്തിൽ കടുവ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പ്രദേശത്തോട് ചേർന്ന് തന്നെയാണ്, ഈ പ്രദേശത്തോട് ചേർന്ന് തന്നെ കടുവ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും കടുവ മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഈ പിൻകാലിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ അധിക ദൂരം ഈ കടുവ സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂടൽമഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ മയക്കുവെടി വെക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ രാവിലെ മുതൽ തന്നെ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഈ കടുവയെ ഇവിടെ നിന്ന് പിടികൂടിയാൽ മാറ്റുന്നതിന് വേണ്ട ആവശ്യമായ കൂട്, അതോടൊപ്പം തന്നെ വെടിവെക്കുന്നതിന് ആവശ്യമായ മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഈ മേഖലയിൽ തുടരുകയാണ്. ഈ നിലവിൽ ഈ ഒരു 15-ാം വാർഡിൽ, അതായത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആളുകൾ ഈ കടുവയെ കാണുന്നതിന് കൂട്ടത്തോടെ എത്തുമെന്നുള്ള ഒരു മുൻകരുതലിലാണ് ഇപ്പോൾ ഈ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്താൽ ഉടൻ തന്നെ ഈ ദൗത്യവുമായി മുമ്പോട്ട് പോകാനാകും എന്നതാണ് ഈ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ഈ കടുവയെ പിടികൂടിയെങ്കിൽ മാത്രമേ ഈ കാലിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ശരി സുബിൻ. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പരിക്കേറ്റ കടുവയെ ഇന്ന് മയക്കുവെടി വയ്ക്കും. അതിനുള്ള തുടർ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതിനായി ഡ്രോൺ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ മുസ്ലിം പ്രീണനവുമായി കോൺഗ്രസ് സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകാനാണ് തീരുമാനം. 1 കോടി രൂപ വരെയുള്ള ടെൻഡറുകൾ മുസ്ലിം കരാറുകാർക്ക് മാത്രം 4% സംവരണം ലഭിക്കും. മതവിവേചന നടപടിയാണെന്നാണ് BJP സംഭവം ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. ദുർഗാലക്ഷ്മി, രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. കർണാടക സർക്കാരിൻ്റെ മുസ്ലിം പ്രീണന നടപടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള റിപ്പോർട്ടുകൾ കർണാടകയിൽ നിന്ന് വന്നിരുന്നു. അത് ബജറ്റിൽ നിന്ന് വലിയ രീതിയിൽ മുസ്ലിമുകൾക്ക് മാത്രം പദ്ധതികളും സംവരണവും പ്രഖ്യാപിച്ചുകൊണ്ട് ബജറ്റ് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിനെ ഹലാൽ ബജറ്റ് എന്നായിരുന്നു കർണാടക BJPയും ഒപ്പം ദേശീയ തലത്തിലും BJP രൂക്ഷമായി വിമർശിച്ചത്. അതിന് പിറകെയാണ് ഇപ്പോൾ കർണാടകയിൽ സർക്കാർ കരാറുകളിൽ മുസ്ലിമുകൾക്ക് മാത്രം 4% സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കുകയും അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രഖ്യാപനം കർണാടക ബജറ്റിലും നടത്തിയിരുന്നു. നിലവിൽ അതിവേഗം ബജറ്റിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അതിവേഗം നടപ്പിലാക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ സർക്കാർ കരാറുകളിൽ 1 കോടി രൂപ വരെ ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ടെൻഡറുകളിൽ വിവിധ കമ്പനികൾ ടെൻഡറുകൾ സമർപ്പിക്കും. അതിൽ മുസ്ലിമുകളായ കരാറുകാർക്ക് മാത്രം 4% സംവരണം ലഭിക്കും എന്നുള്ളതാണ് പുതിയ തീരുമാനത്തിൻ്റെ വിശദാംശങ്ങൾ. അതായത് മറ്റ് സാമ്പത്തികമായിട്ടുള്ള പരിഗണനയോ അല്ലെങ്കിൽ കമ്പനികളുടെ ക്ലാസ് അടിസ്ഥാനത്തിൽ ഗ്രേഡ് അടിസ്ഥാനത്തിലുള്ള സംവരണമോ ഒന്നും തന്നെ നൽകാതെ തികച്ചും മതത്തിൻ്റെ പേരിൽ മാത്രം സംവരണം നൽകുന്ന തീരുമാനമാണ് ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. സർക്കാർ കരാറുകളിൽ മുസ്ലിമുകൾക്ക് മാത്രം 4% സംവരണം നൽകും. ഒപ്പം ബജറ്റിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ
മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രത്യേക സ്കോളർഷിപ്പ് നൽകും. ഒപ്പം മുസ്ലിമുകളുടെ കല്യാണങ്ങൾക്ക് 50,000 രൂപ വരെ ധനസഹായം നൽകും. ഈ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടുള്ളത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്ര തുകയ്ക്ക് താഴെ മാസവരുമാനമുള്ള കുടുംബങ്ങൾക്ക് ധനസഹായം നൽകും, സ്കോളർഷിപ്പ് നൽകും എന്നുള്ള പ്രഖ്യാപനമല്ല സർക്കാർ നടത്തിയിട്ടുള്ളൊരു മതത്തിൻ്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ പ്രത്യേക സംവരണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഈ വഖഫിൻ്റെ വഖഫ് സ്ഥാപനങ്ങളുടെ പരിപാലനത്തിന് 150 കോടി രൂപയുടെ സഹായം, ബംഗളൂരുവിലെ ഹജ്ജ് ഭവന്റെ വിപുലീകരണം, കൂടാതെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിക്ക് കീഴിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം 50% ഫീസ് ഇളവ് തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കർണാടകയിൽ സർക്കാർ കരാറുകളിൽ മുസ്ലിമുകൾക്ക് മാത്രം 4% സംവരണം നൽകാനുള്ള തീരുമാനം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ രൂക്ഷമായ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജനങ്ങളെ മതപരമായി വിവേചനം നടത്തുന്ന നടപടിയാണ്, വർഗീയ നടപടിയാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മുസ്ലിം പ്രീണനത്തിലൂടെ വോട്ട് ബാങ്ക് ശക്തമാക്കാനും വോട്ട് ബാങ്ക് നഷ്ടമാകാതെ കൂട്ടി നിർത്താനുമാണ് കോൺഗ്രസ് കർണാടകയിൽ ശ്രമിക്കുന്നത് എന്ന വിമർശനം ദേശീയ തലത്തിലും ഒപ്പം കർണാടക BJPയും ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംവരണം നൽകുകയാണെങ്കിൽ, സ്കോളർഷിപ്പ് നൽകുകയാണെങ്കിൽ, വിവാഹങ്ങൾക്ക് ധനസഹായം നൽകുകയാണെങ്കിൽ അത് സാമ്പത്തിക മേഖലയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചുകൊണ്ട് വേണമായിരുന്നു ഇത്തരത്തിൽ സംവരണവും ഒപ്പം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകാൻ. അതിനപ്പുറത്തേക്ക് ഒരു മതത്തിന് മാത്രം ഇത്രയധികം സംവരണവും സ്കോളർഷിപ്പും നൽകുന്നത് തീർത്തും ജനങ്ങൾക്കിടയിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്നതിനാണ്, അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന വിമർശനം രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെ കട എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കർണാടകയിൽ തുറന്നിട്ടുള്ള കട അത് വെറുപ്പിൻ്റെ കടയാണെന്നും മതം മാത്രം നോക്കി വിൽപ്പന നടത്തുന്ന കടയാണ് എന്നുള്ള വിമർശനവുമാണ് BJPയുടെ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും ബജറ്റിലും ഒപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും മതത്തിൻ്റെ പേരിൽ വിവേചനം നടത്തിക്കൊണ്ട് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം സംവരണം നൽകാനും സ്കോളർഷിപ്പ് നൽകാനും ഹജ്ജ് ഭവന് 150 കോടി രൂപയുടെ ഭവന്റെ വിപുലീകരണത്തിനും ഒപ്പം വഖഫ് ബോർഡിൻ്റെ സ്ഥാപനങ്ങളുടെ പരിപാലനത്തിന് 150 കോടി രൂപ നൽകാനുമാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് വലിയ രീതിയിൽ BJPയെ എതിർക്കുന്നതിന് വേണ്ടി മുസ്ലിം വിഭാഗം കോൺഗ്രസിനൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വോട്ട് ബാങ്ക് നഷ്ടപ്പെടാതെ കൂടെ നിർത്തുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലും അല്ലാതെയും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നടത്തുന്നത് എന്ന വിമർശനവും ശക്തമാണ്. രോഹിണി, കർണാടകയിൽ എന്തായാലും മുസ്ലിം പ്രീണനവുമായി കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ കരാറുകൾ പോലും മുസ്ലിങ്ങൾക്കാണ് അവരെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, എത്രത്തോളം അപഹാസ്യമാണ് എന്നുള്ളതാണ്. കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കുക എന്നുള്ളത്, അത് മാത്രമല്ല ഇത് കൃത്യമായി തന്നെ അറിയാൻ പ്രീണന സ്വഭാവം വച്ച് പുലർത്താൻ തന്നെയാണ്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം സിഡ്നിയിലെ മിന്റോ ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ഫെബ്രുവരി 28 നടത്തിയ പൊങ്കാലയിൽ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തെ 100-ൽ പരം സ്ത്രീകൾ പൊങ്കാലയിടുകയും 500-ൽ പരം ഭക്തർ പങ്കെടുക്കുകയും ചെയ്തു. മിന്റോ ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും OHM പ്രസിഡന്റ് ബീന സതീഷ്, സെക്രട്ടറി അനീഷ പണിക്കർ എന്നിവർ നന്ദി അറിയിച്ചു. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. അക്ഷരനഗരി ഇനി ഉത്സവ ലഹരിയിൽ. മാർച്ച് 21-നാണ് തിരുനക്കര പൂരം. തിരുനക്കര ദേശനാഥന്റെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഭക്തിസാന്ദ്രമായി കൊടിയേറി. ശനിയാഴ്ച വൈകിട്ട് 7-ന് തന്ത്രി താഴ്മൻ മഠം കണ്ഠരര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ. വാദ്യമേളങ്ങളുടെയും ഓങ്കാര മന്ത്രങ്ങളുടെയും അകമ്പടിയിൽ കൊടിയേറ്റ് നടന്നു. കലാപരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. മാർച്ച് 19-ന് രാവിലെ ആനയൂട്ട് നടക്കും.
21-നാണ് പ്രസിദ്ധമായ തിരുനക്കര പൂരം. കേരളത്തിലെ പ്രസിദ്ധരായ 22 ആനകൾ തിരുനക്കര പൂരത്തിന് അണിനിരക്കും. പ്രമുഖരായ വാദ്യകലാകാരന്മാരും വാദ്യമേള വിസ്മയം തീർക്കും. 22-ന് വലിയ വിളക്കും 23-ന് തിരുവാറാട്ടും നടക്കും. കലാപരിപാടികളുടെ സമാപനം 24-ന് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ജനം, കോട്ടയം. തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ക്ഷേത്ര ഉത്സവം ഏപ്രിൽ 3 മുതൽ 9 വരെ. മീനമാസത്തിലെ മകം നാളായ ഏപ്രിൽ 9-നാണ് പ്രസിദ്ധമായ കരിക്കകം പൊങ്കാല. ഏപ്രിൽ 3-ാം തീയതി വൈകുന്നേരം 5-ന് ഗുരുപൂജയോടുകൂടി ഉത്സവം ആരംഭിക്കും. ഉത്സവ നടത്തിപ്പിനായി തിരുവനന്തപുരം മേയറും വിവിധ വകുപ്പുകളും ചേർന്നുകൊണ്ടുള്ള അവലോകന യോഗവും ചേർന്നിരുന്നു. തിരുവനന്തപുരം കരിക്കകം ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവങ്ങൾക്ക് ഏപ്രിൽ 3-ാം തീയതി തുടക്കമാകും. പൊങ്കാല മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി തിരുവനന്തപുരം മേയർ, സ്ഥലം MLA, പോലീസ്, എക്സൈസ് പ്രതിനിധികൾ, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉത്സവ അവലോകന യോഗം ചേർന്നു. ഈ വർഷത്തെ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹം ഏപ്രിൽ 3 മുതൽ 9 വരെയാണ് നടക്കുന്നത്. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ഗവൺമെൻറ്റും കോർപ്പറേഷനും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് ചെയ്യുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഏകദേശം 1500ഓളം പേർ ഒരേ സമയം ഭക്ഷണം കഴിക്കുന്ന ഒരു അന്നദാന മണ്ഡപം ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് ഉത്സവത്തിന് മുമ്പ് തന്നെ അതിൻ്റെ പണി തീരുന്നതായിരിക്കും. കരിക്കകം ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നത്. അതിവിശിഷ്ടമായ പൊങ്കാല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ പങ്കെടുക്കും. ഏപ്രിൽ 3-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ള ഗുരുപൂജയോടുകൂടി ഉത്സവം സമാരംഭിക്കും. ഏപ്രിൽ 7, 8 തീയതികളിൽ രാവിലെ 8:40-ന് തങ്കരഥത്തിൽ ദേവി പുറത്തെഴുന്നള്ളും. തുടർന്ന് 9 ബുധനാഴ്ച രാവിലെ 9:40-നുള്ള ശുഭമുഹൂർത്തത്തിൽ പൊങ്കാല. ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് ഉച്ചയ്ക്ക് 2:15-ന് പൊങ്കാല തർപ്പണം നടത്തും. രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഗുരുസിക്കളത്തിൽ ദേവിയുടെ ഉടവാൾ എഴുന്നള്ളിച്ച് താന്ത്രിക വിധിപ്രകാരമുള്ള ഗുരുസിയോടുകൂടി ഉത്സവത്തിന് പര്യവസാനം. ജനം, തിരുവനന്തപുരം. രോഹിണി, അങ്ങനെ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്ക. ആക്രമണത്തിൽ 15ഓളം പേർ കൊല്ലപ്പെട്ടു. ഹൂതി ഭീകരരുടെ ആക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം പൊളിയുന്നു. 5776 അതിദരിദ്ര കുടുംബങ്ങളിൽ വീടും സ്ഥലവും ലഭ്യമാക്കാനായത് 412 കുടുംബങ്ങൾക്ക് മാത്രം. ജനം ബ്രേക്കിംഗ്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്ന് മയക്കുവെടിവെക്കും. പിൻകാലിന് പരിക്കേറ്റ കടുവയ്ക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജാഗ്രതാ നിർദ്ദേശവുമായി വനംവകുപ്പ്. KT ജലീലിന്റെ മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള പരാമർശത്തെ വിമർശിച്ച് സമസ്ത. അറിവുള്ള എല്ലാവരും സന്മാർഗം പോകണമെന്നില്ലെന്ന് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ K. മോയിൻകുട്ടി. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ പ്രകീർത്തിക്കുന്ന ലേഖനത്തിൽ നിന്നും VS-നെ വെട്ടി പിണറായി. ചിന്താവാരികയിലെ ലേഖനത്തിൽ അച്യുതാനന്ദൻ സർക്കാരിനെ കുറിച്ച് പരാമർശനമില്ല. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കസ്റ്റഡിയിൽ ലഭിച്ചാൽ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സാമൂഹിക പ്രവർത്തക ദയാഭായ്. സാധാരണ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സുഖമായി യാത്ര ചെയ്ത് നടക്കുകയാണെന്ന് ദയാഭായ് ആരോപിച്ചു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ദയാഭായ് ഉന്നയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു ദയാഭായിയുടെ പ്രതികരണം?
രോഹിണി, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ പൊതു സാമൂഹിക വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ദയാബായി. നമ്മൾ ഇതിനു മുമ്പ് ദയാബായിയുടെ ഒരു സമരം, നിരാഹാര സമരം കണ്ടത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായ നിധി സർക്കാർ വൈകിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു അന്ന് ദയാബായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും മന്ത്രിമാർ തന്നെ നേരിട്ട് ചർച്ചയ്ക്കെത്തിയതിനു ശേഷമാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചവർ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമരം വീണ്ടും കേരളത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നടക്കുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ദയാബായിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. 154ാമത്തെ ദിവസമാണ് മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അവർ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ സമിതിയുടെ ആ സമരപ്പന്തലിലേക്ക് എത്തിയതിനു ശേഷമായിരുന്നു ദയാബായി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ആ ഭൂമിക്ക് വേണ്ടി ചിലർ മുനമ്പത്ത് സമരം നടത്തുന്നുണ്ട്, വേതനത്തിന് വേണ്ടി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നുണ്ട്, എൻഡോസൾഫാൻ ദുരിതബാധിതർ സമരം നടത്തുന്നുണ്ട്. കേരളത്തിൽ ജീവിക്കാൻ വേണ്ടിയും ശമ്പളത്തിന് വേണ്ടിയും ഒക്കെ തന്നെ സമരം നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ വലിയ രീതിയിൽ ദൂർത്തടിച്ച് കറങ്ങി നടക്കുന്നു എന്ന ഒരു ആരോപണമാണ് ദയാബായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ അവർ വ്യക്തമായി പറയുന്നുമുണ്ട്, മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ വിദേശത്താണ് ചികിത്സയ്ക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഒപ്പം മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിമാരൊക്കെ തന്നെ കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി എന്നതിൻ്റെ പേരിൽ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നു എന്നൊരു പരിഹാസപൂർണമായിട്ടുള്ള ഒരു വിമർശനമാണ് ദയാബായിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, സർക്കാർ കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് എന്ന വിമർശനം കൂടി ദയാബായി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയായ ദയാബായിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി ചേർത്തു പറഞ്ഞത്, അവർ തിരുവനന്തപുരത്ത് തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൻ്റെ പേരിൽ കാസർഗോട്ടേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്ന് പോലും അധിക്ഷേപം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, സൈബർ ആക്രമണം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് അടക്കം ദയാബായി പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെ ദയാബായി രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്, കേരളത്തിൽ വലിയ തോതിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങളുമാണ് നടത്തുന്നത്. അത്തരത്തിൽ സമരങ്ങൾ നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ധൂർത്തും അനാവശ്യ ചെലവുമൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അതിനോടൊപ്പം ചേർത്തു ദയാബായി പറഞ്ഞത്, മുഖ്യമന്ത്രിയെ കണ്ട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചതാണ്. നവകേരള സദസ്സിൻ്റെ യാത്ര നടക്കുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയെ കാണണമെന്ന് വിചാരിച്ച് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ആഡംബരവും കണ്ട് മുഖ്യമന്ത്രിയുടെ ആ ഭക്ഷണ രീതിയും ധൂർത്തും അതിൻ്റെ അനാവശ്യ ചെലവുകളുമൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല എന്നൊരു വിഷമം കൂടി ദയാബായി കഴിഞ്ഞ ദിവസം നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. എന്തായാലും സർക്കാരിനെതിരെ വിമർശനവുമായി സാമൂഹ്യ പ്രവർത്തകരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ സമര സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. രോഹിണി, ശരി. അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്. തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ മാർച്ച് 27-ന് ആഗോള റിലീസായി എത്തുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസാകുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ്. 2019 റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എമ്പുരാൻ എത്തുന്നത്. 3 ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. ഖുറേഷി അബ്രാം, സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ അടക്കം വമ്പൻ താരനിരയാണ് ഉള്ളത്. ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോകപ്രശസ്തനായ ജെറോം ഫ്ലിന്നിന്റെ സാന്നിധ്യം ചിത്രത്തിന്റെ താരനിരയ്ക്ക് നൽകിയത് ഒരു ഇന്റർനാഷണൽ അപ്പീലാണ്. 2023 ഒക്ടോബർ 5-ന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എമ്പുരാൻ രാജ്യത്തിന് അകത്തും പുറത്തുമായി വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത്. പൂർണ്ണമായും അനാമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ 3ാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു. 2025 ജനുവരി 26-ന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ 18 ദിവസം കൊണ്ട് ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത്.
മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ മാർച്ച് 27-ന് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ആഗോള റിലീസിനാണ് ഒരുങ്ങുന്നത്. ജനം, കൊച്ചി. രോഹിണി, എന്തായാലും മോഹൻലാൽ ഫാൻസ് എല്ലാം നല്ല ആവേശത്തിൽ excited തന്നെ. ആയിട്ട്, അതെ അതെ, എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ദിവസത്തിനായി. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ നൽകിയ പണം കോർപ്പറേഷന്റെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെടുന്നുവെന്ന് BJP. 15ാം ധനകാര്യ കമ്മീഷൻ 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ 11.21 കോടി രൂപയാണ് കോഴിക്കോട് കോർപ്പറേഷന് നൽകിയത്. മാർച്ച് 31-ന് കാലാവധി പൂർത്തിയാകാനിരിക്കെ നിലവിൽ 13 കേന്ദ്രങ്ങൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തനം ആരംഭിച്ചത്. ദിസ്ന സുരേഷ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ദിസ്ന, ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ നൽകിയ പണം കോർപ്പറേഷന്റെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെടുന്നുവെന്നാണ് BJP ആരോപിക്കുന്നത്. യാഥാർത്ഥ്യം എങ്ങനെയാണ്? രോഹിണി, തീർച്ചയായും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇത്തരത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. പ്രത്യേകിച്ച് ജനങ്ങളുടെ മാനസിക ശാരീരികമായ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇറക്കിയത്. അതിൽ പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷനിൽ 2022 ഒക്ടോബറിൽ, അതായത് 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം 11.21 കോടി രൂപ ഫണ്ടാണ് ഈ വെൽനസ് സെന്റർ നിർമ്മിക്കുവാൻ വേണ്ടി അനുവദിച്ചത്. ഈ മാർച്ച് 31-ന് കാലാവധി പൂർത്തിയാക്കാനിരിക്കെ വെറും 13 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇതുവരെ തുറന്നു പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയത് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചേവരമ്പലത്തുള്ള 13ാമത്തെ വെൽനസ് സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചത്. അത്തരത്തിൽ ഈ 2.5 വർഷം പിന്നിട്ടിട്ടും 24 സെന്ററുകൾ നിർമ്മിക്കേണ്ട സ്ഥലത്ത് വെറും 13 സെന്ററുകൾ നിർമ്മിക്കുവാൻ മാത്രമേ കോർപ്പറേഷന് കഴിഞ്ഞുള്ളൂ എന്നൊരു വിമർശനം തന്നെയാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോരോ പദ്ധതികൾ നടപ്പിലാക്കുന്നു, അതോടൊപ്പം തന്നെ ഫണ്ട് കോർപ്പറേഷന് അനുവദിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ഇതൊന്നും ജനങ്ങളിലേക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ഈ വെൽനസ് ഹെൽത്ത് ആൻഡ് സെന്ററിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായും 13 കേന്ദ്രങ്ങൾ മാത്രം. 2022-ലാണ് ഈ പദ്ധതി പ്രകാരം ഫണ്ട് കോർപ്പറേഷന് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഇത് സമാനമായ രീതിയിൽ 2.5 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നിട്ട് പോലും 13 കേന്ദ്രങ്ങൾ മാത്രം നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പണം നൽകി നടപ്പിലാക്കാൻ പറയുന്ന പദ്ധതികളൊന്നും തന്നെ, അതിന്റെ ഗുണമൊന്നും തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. രോഹിണി, പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ 13ാമത്തെ വെൽനസ് സെന്റർ ചേവരമ്പലത്ത് ഉദ്ഘാടനം ചെയ്തത്. അത്തരത്തിൽ 24 സെന്ററുകൾ സ്ഥാപിക്കണം എന്നത് തന്നെയായിരുന്നു കേന്ദ്രത്തിന്റെ ഉത്തരവ്. അതോടൊപ്പം തന്നെ ആ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ 11.21 കോടി രൂപ കോർപ്പറേഷന് നൽകിയത്. അതിൽ 13 കേന്ദ്രങ്ങൾ മാത്രമേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും കേന്ദ്ര സർക്കാർ ലഭിക്കുന്ന, അല്ലെങ്കിൽ നൽകുന്ന തുകകളൊന്നും തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കോർപ്പറേഷൻ വിനിയോഗിച്ചിട്ടില്ല എന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രോഹിണി, ശരി ദിസ്ന, ഇനി മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ദിസ്നയിൽ നിന്ന് തേടേണ്ടതുണ്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ദിവസവേതനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് കൈയിട്ട് വാരി ആശുപത്രി അധികൃതർ. ടാക്സ് ആണ് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതെന്ന് വിചിത്രവാദമാണ് ആശുപത്രി സൂപ്രണ്ട് ഉന്നയിക്കുന്നത്. മാസത്തിൽ 2 തവണയായി ശമ്പളം കൊടുത്തുകൊണ്ട് ദിവസവേതനക്കാരുടെ വയറ്റത്തടിക്കുകയാണ് അധികൃതർ. എന്തൊരു വിചിത്രമായ കാര്യമാണല്ലേ രോഹിണി. ദിസ്ന, എന്തൊക്കെയാണ് അപ്പൊ ആശുപത്രി അധികൃതരുടെ വാദം? ദുർഗ, നമുക്കറിയാം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി തന്നെയാണ് ബീച്ച് ആശുപത്രി. ബീച്ച് ആശുപത്രിയിലെ വിമുക്തി കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി മാഫിയുടെ കടന്നുകയറ്റം ഒക്കെ തന്നെയും നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ വിമുക്തി കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ സമാനമായ രീതിയിൽ ബീച്ച് ആശുപത്രിയിലെ തൊഴിലാളികൾക്ക്
വേതനം ലഭ്യമാകുന്നില്ല എന്നൊരു വാർത്തയും നമ്മൾ നൽകിയിരുന്നു. പക്ഷേ അതിന് തുടർച്ചയായി, അതായത് അവർക്ക് വേതനം നൽകുന്നത് മാസത്തിൽ 2 തവണയാണ്. ആ 2 തവണയിൽ നിന്നാണ് ഇത്തരത്തിൽ ടാക്സ് എന്ന നിലയിൽ അവരിൽ നിന്ന് തന്നെ പണം ഈ അധികൃതർ കൈയിട്ടു വാരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. വലിയ രീതിയിലുള്ള വിഷമതയിലൂടെ തന്നെയാണ് ഈ തൊഴിലാളികൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്, ശുചീകരണ തൊഴിലാളികളുണ്ട്. ഈ സ്ഥിര ജീവനക്കാരൊന്നും തന്നെ പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് ഭയമുണ്ട്, അവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ഭയവും അവർക്കുണ്ട്. താൽക്കാലികമായ ജീവനക്കാർ തന്നെയാണ് നമ്മളോട് ഈ വിഷയം പറയുന്നതും അവർ വലിയ രീതിയിൽ അവരുടെ വിഷമതകൾ പ്രകടമാക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടക്കം പറഞ്ഞപ്പോൾ അവരുടെ തുകയിൽ നിന്നും നിശ്ചിതമായി പിരിക്കുന്നത് ഒരു ടാക്സ് ആണ് എന്നൊരു വിശദീകരണം തന്നെയാണ് ഈ അധികൃതർ നൽകുന്നത്. പക്ഷേ സാധാരണക്കാരായ ആളുകൾ അവർ നിത്യവൃത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന തുക എന്ന് പറയുന്നത് മാസത്തിൽ 2 തവണയായി ആ വേതനം നൽകുന്നു. ആ വേതനത്തിൽ നിന്നാണ് ഈ ടാക്സ് എന്ന പേരിൽ ഈ അധികാരികൾ ഈ പണം തിരിച്ചു പിടിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വേദനാപൂർവമായ ഒരു കാര്യം. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലടക്കം ഈ PG ഡോക്ടർമാരടക്കം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലെ തൊഴിലാളികൾക്ക് വേതനം ലഭ്യമാകുന്നുണ്ടെങ്കിൽ കൂടി അത് 2 മാസത്തിൽ 2 തവണയായി ഒരു മാസത്തിൽ 2 തവണയായി നൽകുന്നു. അതോടൊപ്പം തന്നെ അവരിൽ നിന്നും ടാക്സ് ഈടാക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ലഹരി മാഫിയയുടെ കടന്നുകയറ്റം. അത്തരത്തിൽ വലിയ രീതിയിൽ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അവരുടെ വകുപ്പിന് കീഴിൽ വരുന്ന ഈ മെഡിക്കൽ കോളേജുകളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ദുർഗ, എന്തായാലും കോഴിക്കോട് നിന്നും ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്. ദിവസവേതനക്കാരുടെ വയറ്റത്തടിച്ച് ബീച്ച് ആശുപത്രി അധികൃതർ. നമുക്കിനി ലഹരിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ ലഹരി മാഫിയ വല്ലാതെ പിടിമുറുക്കിയിരിക്കുകയാണ്. എന്തായാലും ലഹരിവേട്ട പോലീസ് തുടരുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധനയും നടത്തിയിട്ടുണ്ട്. കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കളമശ്ശേരിയിൽ റോഡിലും ഇന്നലെ രാത്രിയിൽ പോലീസ് വ്യാപക പരിശോധന തന്നെ നടത്തിയിട്ടുണ്ട്. അഖിൽ ചേരുന്നു. അഖിൽ, നമുക്കറിയാം, വലിയ രീതിയിൽ ഈ ലഹരി മാഫിയ സംഘങ്ങൾ ഇങ്ങനെ സംസ്ഥാനത്ത് പിടിമുറുക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഹോസ്റ്റലിൽ നിന്ന് എത്രമാത്രമാണ് ലഹരി പിടികൂടിയത് എന്നുള്ളത്. എന്തായാലും ഇപ്പോഴും തുടർ പരിശോധനകളും റെയ്ഡുകളും ഒക്കെ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ കൂടി. സംസ്ഥാനത്തുടനീളമുള്ള ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും ഹോസ്റ്റലുകളും അതുപോലെ തന്നെ PGകളായി വിദ്യാർത്ഥികൾ താമസിക്കുന്നിടമെല്ലാം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് ശേഷം സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പും പോലീസും ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കളമശ്ശേരിയിലെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിൻ്റെ ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ ആ പരിസരത്തെ കളമശ്ശേരിയിലെ പരിസരത്തെ PGകളിലുമൊക്കെ തന്നെ ഇന്നലെ രാത്രി റെയ്ഡുകൾ നടത്തിയത്. ആ റെയ്ഡുകളിൽ ഒരു വിദ്യാർത്ഥി അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ, 2ാം വർഷ വിദ്യാർത്ഥിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പരിശോധനകൾ തന്നെയാണ് ഇന്നലെ രാത്രി നടത്തിയത്. ആ രാത്രി നടത്തിയ യാത്ര റോഡുകളിൽ പോലും വലിയ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. നമുക്ക് ആ കളമശ്ശേരി ഭാഗത്തൊക്കെ തന്നെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രികാലങ്ങളായാൽ വലിയ തോതിലാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ ഇങ്ങനെ പൊതുനിരത്തിലൊക്കെ തന്നെ അലക്ഷ്യമായി നടന്നു പോകുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് PGകൾ കേന്ദ്രീകരിച്ച് അവിടെ ഏകദേശം 3-4 കോളേജുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുസാറ്റുണ്ട്, പോളിടെക്നിക് ഉണ്ട്, IT ഉണ്ട്, രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ദേവമാതയുണ്ട്. അങ്ങനെ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ താമസിക്കുന്ന ഹോസ്റ്റലുകൾ അതുപോലെ തന്നെ ഈ PG കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധനകളൊക്കെ തന്നെ നിലവിൽ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പോളിയിൽ പിടിച്ച കഞ്ചാവുമായി ബന്ധപ്പെട്ട് പോലീസ് പോലും വലിയ ആശങ്കയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ആ വിദ്യാർത്ഥികൾ നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിലേക്ക് വേണ്ടി പോലും ചില ക്രമീകരണങ്ങൾ പോലും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നതനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ആ കഞ്ചാവ് അവിടെ ഓഫർ അടിസ്ഥാനത്തിലാണ് ആ ലഹരി പദാർത്ഥങ്ങളൊക്കെ തന്നെ വിൽക്കാൻ വേണ്ടി അത്തരത്തിൽ ആ വിദ്യാർത്ഥികൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഒരു തുകയ്ക്ക്, അതായത് 500 രൂപയ്ക്ക്
വാങ്ങിക്കാൻ തീരുമാനിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം മുൻകൂറായി പണം നൽകും എന്നുണ്ടെങ്കിൽ അത് 300 രൂപയ്ക്ക് തന്നെ നൽകാനുള്ള ഓഫർ അടിസ്ഥാനത്തിൽ പോലും ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് പല ക്യാമ്പസുകൾക്കകത്തും ഹോസ്റ്റലുകൾക്കകത്തും ഒക്കെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായ ലഹരി ഉൽപ്പന്നങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പശ്ചാത്തലത്തിൽ കേരളത്തിലുടനീളം ഇത്തരത്തിൽ പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കളമശ്ശേരി ഭാഗത്തെ പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയ ലഹരി വേട്ടയുടെ തുടർച്ച എന്ന നിലയ്ക്ക് എറണാകുളം ജില്ലയിൽ വ്യാപകമായ രീതിയിലാണ് ഇതുപോലുള്ള ഹോസ്റ്റലുകൾ, PG കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ മറ്റു വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഇടങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിണി, അഖിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസത്തെ കളമശ്ശേരിയിലെ പോളിടെക്നിക് ഹോസ്റ്റലിലെ ആ ലഹരി പിടുത്തം എന്ന് പറയുന്നത് പോലീസിനെ പോലും അതിശയിപ്പിച്ച ഒരു വസ്തുതയായിരുന്നു. കാരണം ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട്. ഹോളിയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ലഹരി ഉപയോഗം ഉണ്ടാകാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഒരു പ്രിൻസിപ്പലാണ് അത്തരം വിവരം പോലീസിന് കൈമാറിയത്. അതെ അതെ അതുകൊണ്ട് തന്നെ എന്തായാലും തുടർ നീക്കങ്ങൾ പോലീസ് നടത്തുന്നു എന്നുള്ളതാണ്. അഖിൽ, നമുക്കറിയാം ഈ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൻ്റെ ഭാഗമായി വ്യാപകമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ മറ്റ് വിഭാഗങ്ങളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് തന്നെ കൂടുതൽ റെയ്ഡുകളും പരിശോധനകളും നടത്താം എന്നുള്ളൊരു നിഗമനം കൂടി പോലീസ് വച്ചു പുലർത്തുന്നുണ്ടോ? രോഹിണി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളിലേക്ക് ഈ രാസലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിലേക്ക് വേണ്ടി ഇതിൻ്റെ കച്ചവടക്കാർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏകദേശം വരുന്ന പകുതിയോളം വിദ്യാർത്ഥികൾ സ്വയം പര്യാപ്തമായി വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട്. അതായത് രക്ഷിതാക്കളിൽ നിന്നും പണമൊന്നും സ്വീകരിക്കാതെ തന്നെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പഠിക്കുന്ന കേരളത്തിലെ പ്രമുഖമായ വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അവർ വലിയ അഭിമാനത്തോടെ പഠിക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെയാണ്. പക്ഷേ അവിടേക്കാണ് എളുപ്പത്തിലേക്ക് അവരെ ചില മോഹങ്ങൾ നൽകി അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് അടുപ്പിക്കാൻ ഈ കച്ചവടം നടത്തുന്നവർക്ക് സാധിക്കുന്നത്. അതിലേക്ക് വേണ്ടി അവർ ബോധപൂർവമായി തന്നെ ഹോസ്റ്റലുകളിലേക്ക്, അതായത് ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികൾ താമസിക്കുമ്പോൾ ഈ അന്യ ജില്ലകളിൽ നിന്ന് ചില ജില്ലകളിലേക്ക് പഠിക്കാനായി ഹോസ്റ്റലുകൾ സ്വീകരിച്ചെത്തുന്നു അല്ലെങ്കിൽ PGകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ അവരെ ഒരു കൂട്ടമായി ഉപയോഗിച്ച് അവർക്ക് പൈസ എന്നുള്ള അല്ലെങ്കിൽ പണം നൽകി അവരെ സ്വാധീനിച്ച് അവരെ ഇതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചു തന്നെ ഒരു അന്വേഷണം നടത്തി മുന്നോട്ട് പോകാൻ ഇപ്പോൾ പോലീസും എക്സൈസും ഒക്കെ തീരുമാനമെടുത്തത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നടത്തിയ ഈ പരിശോധന എന്ന് പറയുന്നത് അവിടുത്തെ യൂണിയൻ നേതാക്കൾ പരാതി നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പാൾ പരാതി നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യൂണിയൻ പരാതി നൽകിയിരുന്നു എന്ന് പറയുമ്പോഴും യൂണിയനിലെ ഭാരവാഹിയായ ജനറൽ സെക്രട്ടറിയായ അഭിരാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി തന്നെ SFI പാനലിൽ ജയിച്ച ഒരു വിദ്യാർത്ഥി തന്നെ ഇതിൽ കേസിൽ പ്രതിയാവുകയും ചെയ്യുന്ന ഒരു സത്യാവസ്ഥയും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ചില വിദ്യാർത്ഥികൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചില വിദ്യാർത്ഥികൾ രാഷ്ട്രീയത്തിൻ്റെ തണലിൽ തന്നെ ഇതിനൊക്കെ തന്നെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി സമാനമായി നമ്മുടെ മുമ്പിലുണ്ട്. എന്തായാലും കേരളത്തിലെ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം ചില വിദ്യാർത്ഥി സംഘടനകളുടെ അപ്രമാദിത്യം, ചില വിദ്യാർത്ഥി സംഘടനകളുടെ മാത്രം ബലത്തിൽ പ്രവർത്തിക്കുന്ന ആ സ്വാധീനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചില ഹുങ്കും മുന്നോട്ട് പോക്കും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചില വിദ്യാർത്ഥി സംഘടനകൾ ബോധപൂർവം ലഹരി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കുന്നു എന്ന ചില ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന പോലും അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിലില്ല. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ ധാർമ്മികമായി ഇതിനൊക്കെ എതിരാണ്. റാഗിങ്ങിനെതിരാണ്, കേരളത്തിലെ ലഹരി ഉൽപ്പന്നങ്ങൾക്കെതിരാണ്, കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് എതിരാണ്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സുഗമമായ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയത്തിനും അപ്പുറമായി ചിന്തിക്കുന്നത്. പക്ഷേ ആ രാഷ്ട്രീയത്തിനും അപ്പുറമായി വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ ചിന്തിക്കുമ്പോഴും ചില ഈ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ തന്നെ അതിനെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ക്യാമ്പസുകളിൽ നിന്നും പിടിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്കതിൽ
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പക്ഷെ അവരൊന്നും നേതൃത്വം ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ പൊതുസമൂഹം ഇവരെല്ലാം ഒറ്റപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഇതിനായി ജാഗ്രതയോടെ നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ പ്രാദേശികമായി ചില കൂട്ടായ്മകൾ രൂപീകരിക്കാൻ കളമശ്ശേരി ഭാഗത്തെ റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ ചില ക്ലബ്ബുകളും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം അവിടെയാണ് വ്യാപകമായി ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർ തമ്പടിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രദേശമാണ്. എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് അങ്ങനത്തെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ജീവിത നിലവാരം രീതികളും നമുക്കറിയാവുന്നതാണ്. അവരെല്ലാവരും ലഹരി പദാർത്ഥങ്ങളൊക്കെ സുഗമമായി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവരിൽ നിന്നാണോ ഈ കുട്ടികളിലേക്കൊക്കെ ഇതിൽ എത്തുന്നത് എന്നുള്ള ഒരു സംശയവും പോലീസിന് നിൽക്കുന്നുണ്ട്. കാരണം കളമശ്ശേരി പോളിടെക്നിക്കിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവർക്ക് രാസലഹരി ഉൽപ്പന്നങ്ങൾ, ഈ കഞ്ചാവ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ലഭിച്ചത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരിൽ നിന്നാണ്, അതിഥി തൊഴിലാളികളിൽ നിന്നാണ് എന്നുള്ള മൊഴിയാണ് പോലീസിന് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. അവർ കൊടുത്ത ഫോൺ നമ്പർ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. അതായത് അതിഥി തൊഴിലാളിയായി ഇവർക്ക് ലഭിച്ചിട്ടുള്ള ആ മൊബൈൽ നമ്പർ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പരിശോധന കൂടി ഈ ഘട്ടത്തിൽ പോലീസും എക്സൈസും ഒക്കെ നടത്തുന്നുണ്ട്. ക്ലീൻ കേരള എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് എക്സൈസ് ഇത്തരത്തിൽ ഒരു പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. രോഹിണി, ശരി അഖിൽ. എന്തായാലും ലഹരിവേട്ട തുടർന്ന് തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് മിന്നൽ പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ അഖിൽ പറഞ്ഞതുപോലെ റെസിഡന്റ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചൊക്കെ ചില കൂട്ടായ്മകളുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി ഉപയോഗം വളരെയധികം ഉയരുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അതിൽ 6 ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതെ, വലിയ രീതിയിൽ തന്നെയാണ് ഈ ലഹരി വ്യാപനം നടക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ തടയിടുന്നതിന് കഴിയും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കും. വന്യജീവികളുടെ സംരക്ഷണ സന്ദേശവുമായി ഇന്ന് ദേശീയ പാണ്ട ദിനം. ലോകത്തിലെ ഏറ്റവും സവിശേഷതയായ കരടിയിൽ ഒന്നാണ് പാണ്ട. ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി. ഇവയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ മാർച്ച് 16 ദേശീയ പാണ്ട ദിനമായി ആചരിക്കുന്നു. ഇന്ന് മാർച്ച് 16 ദേശീയ പാണ്ട ദിനം. ലോകത്തിലെ ഏറ്റവും സവിശേഷമായ കരടികളിലൊന്നാണ് പാണ്ട. ലോകത്തിൽ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്നതും ആദരിക്കപ്പെടുന്നതുമായ മൃഗങ്ങളിലൊന്നാണ് പാണ്ടകൾ. വെളുത്ത മുഖവും കറുത്ത കണ്ണുകളും വെളുപ്പിൽ ഇടയ്ക്കിടെ കാണുന്ന കറുത്ത പാടുകളുമുള്ള പാണ്ടകൾ പൊതുവെ സസ്യബുക്കുകളാണ്. വലിയ ഉപദ്രവകാരികളല്ലാത്ത മനുഷ്യനുമായി ഇടപഴകാൻ താൽപ്പര്യമുള്ള ജീവിയാണിത്. മഞ്ഞുമൂടിയ പർവ്വത പ്രദേശങ്ങളിലും മിത ശീതോഷ്ണ വനങ്ങളിലുമാണ് പാണ്ടകൾ വസിക്കുന്നത്. വംശനാശം സംഭവിക്കുന്ന ഈ വർഗത്തെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ ലോകവ്യാപകമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. മരങ്ങളിൽ കയറാനും വെള്ളത്തിൽ നീന്താനും കഴിവുള്ളവയാണ് ഇവ. മുളയാണ് പ്രധാന ഭക്ഷണം. കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യരുടെ ഇടപെടൽ എന്നിവ കാരണം പാണ്ടകൾ വലിയ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. പാണ്ടകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയാണ് എല്ലാ വർഷവും മാർച്ച് 16 ദേശീയ പാണ്ട ദിനമായി ആചരിക്കുന്നത്. ഇനി രാജ്യാന്തരം. അമേരിക്കയിൽ ചുഴലിക്കാറ്റിലും പേമാരിയിലും 20 മരണം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത്. മിസോറിയിൽ മാത്രം 12 പേർ മരിച്ചു. ടെക്സാസ്, മിസോറി, ഇല്ലിനോയിസ് എന്നിവിടങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ശക്തമായ പേമാരിയിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും ഉണ്ടായി. ഇന്നലെ രാത്രി മുതലാണ് അമേരിക്കയിലെ വിവിധ ഇടങ്ങളിൽ കാലാവസ്ഥ കലുഷിതമായത്. യുക്രൈൻ വെടിനിർത്തലിനായി റഷ്യയ്ക്ക് മുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ.
യൂറോപ്യൻ രാജ്യങ്ങളും നേതാക്കളുമായി നടന്ന ഓൺലൈൻ ചർച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാമർ നിലപാട് വ്യക്തമാക്കിയത്. യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷയ്ക്കായി കൂടുതൽ ശക്തമായ സൈനിക സഹകരണം ഉറപ്പാക്കാനും ചർച്ചയിൽ ധാരണയായി. വെടിനിർത്തൽ ധാരണ യാഥാർത്ഥ്യമാക്കാൻ റഷ്യയ്ക്ക് മുകളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം. വെടിനിർത്തൽ വൈകിപ്പിക്കുന്ന റഷ്യയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് കെയർ സ്റ്റാമർ പറഞ്ഞിരുന്നു. 26 യൂറോപ്യൻ രാജ്യങ്ങളുടെ ഓൺലൈൻ സമ്മേളനത്തിന് ശേഷമാണ് കെയർ സ്റ്റാമർ നിലപാട് അറിയിച്ചത്. There was a wider agreement this morning, which was that the yes but from Russia is not good enough, and that we agreed collective pressure will be put on Russia from all of us who are in the meeting this morning. So I'd say overall we are successfully gathering political and military momentum. I think more widely there was an appreciation this morning that യുക്രൈൻ വെടിനിർത്തൽ ധാരണയ്ക്കപ്പുറം യൂറോപ്പിന്റെ സുരക്ഷ കൂടി ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജ്യങ്ങളുടെ സഹകരണം ഉറപ്പാക്കുന്നത്. That goes beyond just the question of Ukraine, is that Europe needs to step up in its own defence and security. And so we moved forward on that front today because some of the commitments that were made were beyond simply the coalition of the willing in relation to making sure that we can defend any deal in Ukraine if one is reached, but also a step up for the collective defence and security of Europe, which is really important. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ നേതാക്കളും ചർച്ചയുടെ ഭാഗമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കാനഡയിൽ അധികാരമേറ്റ കാർണി മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജരായ 2 വനിതകളും ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന കമൽ രേഖ, ശാസ്ത്രം, വ്യവസായം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന അനിത ആനന്ദ് എന്നിവർ ഉൾപ്പെടെ 11 വനിതകളാണ് 24 അംഗ മന്ത്രിസഭയിൽ ഇടം പിടിച്ചത്. കനേഡിയൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ കമൽ രേഖ ജനിച്ചത് ഡൽഹിയിലാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഡ്രോൺ നിരീക്ഷണത്തിൽ കണ്ടെത്താനായില്ലെന്ന് എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ. ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും കടുവ മാറി. ദൗത്യം തുടരുന്നതിൽ മൂടൽമഞ്ഞ് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചും നേരിട്ടിറങ്ങിയും പരിശോധന നടത്തുമെന്നും റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞു. കാര്യങ്ങൾ നമ്മുടെ സജ്ജീകരണങ്ങളിലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് മറ്റേ കടുവയെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് സ്പെസിഫിക് ലൊക്കേഷൻ നമുക്ക് കിട്ടണം. അതിനുശേഷം നമ്മൾ എൻഗേജ് ചെയ്യും. നടപടിക്രമങ്ങൾ നമ്മുടെ SOP പ്രകാരമുള്ള പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോ ലൊക്കേറ്റ് ചെയ്യുകയും ബാക്കി ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് വെച്ച് തന്നെ നമ്മൾ മൂവ് ചെയ്യും. കടുവയ്ക്ക് മൂവ്മെന്റ് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് കടുവയ്ക്ക് ചെറിയ ചെറിയ മൂവ്മെന്റുകൾ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ രാത്രിക്ക് ആകുമ്പോൾ അതൊന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അതായത് ഈ പാച്ചുകൾ ഉണ്ടാവും. നമ്മളൊന്ന് എക്സാക്ട് ലൊക്കേഷൻ നോക്കിയാലേ നമുക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ ആശങ്കയുണ്ട് പ്രദേശവാസികൾക്ക് എന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് പേടിയുണ്ട്, പിടിക്കണം. കണ്ടിപ്പായിട്ട് പിടിക്കും. നമുക്ക് പേടിയാ. അപ്പൊ അത് പിടിച്ചാലല്ലേ നമുക്ക് വെളിയിറങ്ങാൻ പറ്റത്തുള്ളൂ. 3 ദിവസമായിട്ട് വീടിന്റെ അകത്തായിരിക്കും. എവിടെ ഇങ്ങനെ കാണും, പിടിക്കണം. അവരൊന്നും ചെയ്യുന്നില്ല. കണ്ടിപ്പായിട്ട് പിടിക്കണം. അത് ഇന്നലെ വന്ന് പിടിച്ചായിരുന്നു. ഇഞ്ചക്ഷൻ ഇടാന്ന് പറഞ്ഞു. പിന്നെയും കണ്ടു. 3-ാം തീയതി ഇതുപോലെ വന്നതാണ്. അപ്പോ ഇതെങ്ങനെയാ പറഞ്ഞിട്ടോ 1 ദിവസം കണ്ടിട്ടുള്ളതാ സാർ. ഇവിടെ തന്നെ ഉണ്ട്. പേടിയുണ്ട്. പിന്നെ പേടിയില്ലായിരിക്കും. പിന്നെ കൂടിയ സീക്കിരം നീங்க പിടിക്കണം. പിടിക്കണം, ഉറപ്പായിട്ട് പിടിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ട്. പണിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടല്ലേ. കൊച്ചു പിള്ളേരുണ്ട്, സ്കൂളിൽ പോകുന്ന പിള്ളേർ. അതിപ്പോ മാലിന് പറയുന്നത് പിന്നെ ഞങ്ങൾ എവിടെ മാലിനൊന്നും അറിയത്തില്ല. അവിടെ എല്ലാം ഡ്രോണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും കിട്ടുന്നില്ല, അറിയത്തില്ല. പിന്നെ പേടിയില്ലാതെ കാണുവോ? ഞങ്ങൾക്ക് നൈറ്റൊക്കെ കിടന്നിട്ട് വെളിയിൽ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ടാ ഇവിടെ. അവരും ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നില്ല. പിടിക്കണം, പിടിച്ചേ പറ്റൂ. എല്ലാവർക്കും വളരെ സഹായത്തിലിരിക്കുകയാണ്. ഇവിടെ ആരും പുറത്തോട്ട് വന്ന് അങ്ങനെ ഇറങ്ങാറില്ല. എല്ലാം ഇതായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതീക്ഷയില്ല. അവിടെ നിന്ന് മാറിയെന്നാണ് പറയുന്നത്. അതിന് എങ്ങോട്ടാ പോയെന്നുള്ള എല്ലാവരും ആ ഒരു രീതിയിലിരിക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം സുബിൻ ഇപ്പോൾ ചേരുന്നു. സുബിൻ, ഗ്രാമ്പിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്ക് ആരംഭിച്ച പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ജനങ്ങളുടെ ആശങ്കയാണ് നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, ഈ മൂടൽമഞ്ഞ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്താനുള്ളൊരു ശ്രമമായിരുന്നു നമ്മൾ പുത്തൻപുലരി തുടങ്ങുമ്പോൾ രാവിലെ ഈ ദൗത്യ സംഘം ആരംഭിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ വലിയ രീതിയിലുള്ളൊരു മൂടൽമഞ്ഞുണ്ട്. അതൊരു പ്രതിസന്ധിയാകുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ പ്രദേശവാസികൾക്കുള്ളത്. അതുമാത്രമല്ല, ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്തല്ല എന്നുള്ളത്, അതായത്
കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും, തുടർന്ന് മയക്കൂടി വയ്ക്കാം എന്നുള്ള പ്രതീക്ഷയായിരുന്നു ദൗത്യസംഘത്തിന്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഡ്രോൺ സംവിധാനം രാവിലെ മുതൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും ഈ മൂടൽമഞ്ഞ് അതിനൊരു വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. തീർച്ചയായും കടുവയുടെ കാലിന് പരിക്കേറ്റ വാർത്ത നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇരപിടിക്കുന്നതിനോ കൂടിനുള്ളിലേക്ക് കയറുന്നതിനോ മറ്റു ദൂരസ്ഥലങ്ങളിലേക്കോ ഒന്നും പോകാൻ കഴിയില്ല എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വലിയ രീതിയിൽ പരിക്കേൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ തന്നെ കടുവ ഇങ്ങനെ മറഞ്ഞിരിക്കുമ്പോൾ അത്രയും ഭീതി ആ പ്രദേശത്ത് പടരുകയാണ്. അത് അത്തരത്തിലുള്ള പ്രതികരണമാണല്ലോ നേരത്തെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം ധൈര്യപൂർവ്വം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനോ അവരുടെ ജോലിയിലേക്ക് കടക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. സുബിൻ ചേരുന്നു. സുബിൻ, നിലവിലെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രതികരണവും എങ്ങനെയാണ്? അതുപോലെ തന്നെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വനംവകുപ്പിന്റെ തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും? കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ അവർ മുമ്പോട്ട് വെച്ചിരുന്ന ഇത്തരത്തിൽ മഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് പോലും ഈ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഈ കടുവയെ കണ്ടെത്തി കടുവ എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ മറ്റ് ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയൂ. ആളുകളിലും, അതായത് ഈ ഗ്രാമീണ ജനങ്ങളിലും ഒരു നേരിയ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. ഈ കടുവ എങ്ങോട്ട് പോയി എന്നതിലാണ് ഈ ഒരു ആശങ്ക ഉടലെടുത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി ശക്തമായ നിരീക്ഷണം വനംവകുപ്പിന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ നൽകിയിരുന്നത്. എന്നാൽ ആ ഒരു നിരീക്ഷണത്തിൽ പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ആളുകൾ പ്രകടിപ്പിക്കുന്നത്. ഇന്നലെ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായ നിരീക്ഷണം നടത്താൻ വനംവകുപ്പിനെ സാധിക്കുമായിരുന്നു. പക്ഷേ വനംവകുപ്പ് അത്തരത്തിലൊരു നിരീക്ഷണം നടത്തി എന്നുള്ളൊരു ആശങ്കയാണ് ഇത്തരത്തിൽ ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഒരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20 ദിവസത്തോളമായി ഒരു ആശങ്കാജനകമായ സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആളുകൾ ഉള്ളത്. ഇത്തരത്തിൽ സ്ഥിരമായി കടുവ ഈ ഒരു ജനവാസ മേഖലകളിൽ എത്തുന്നു, വളർച്ച മൃഗങ്ങളെ പിടിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ജോലിക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ 20 ദിവസമായി ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഗ്രാമീണ ആളുകൾ കടന്നു പോകുന്നത്. അതിന്റെ ആശങ്ക അവർക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്ന് തന്നെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അടങ്ങിയിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും ദിവസം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് അവർക്ക് അനുകൂലമായുള്ള നിലപാട് എടുത്തു. പക്ഷേ ആ നിലപാട് എടുക്കുമ്പോഴൊന്നും ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. ഇത്തരത്തിൽ എല്ലാ ദിവസവും എത്തുന്നു, നിരീക്ഷണം നടത്തുന്നു, മടങ്ങുന്നു. അതല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ നടക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ പോലും ഈ കടുവയെ രാവിലെ മുതൽ കണ്ടെത്തിയതിനു ശേഷം നിരീക്ഷണത്തിലായിരുന്നു. ആ സമയത്ത് കടുവയെ മയക്കൂടി വെച്ച് പിടികൂടാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്ത് അതിന് കൃത്യമായ രക്ഷകൾ നടത്തിയില്ല. കൂട്ടിൽ കയറട്ടെ എന്നുള്ളൊരു നിലപാടാണ് വനംവകുപ്പ് സ്വീകരിച്ചത്. മറ്റൊരു കൂട് സ്ഥാപിക്കാൻ ഇപ്പോൾ കടുവയെ, അതായത് ആദ്യം കടുവയെ കണ്ട ഇടുക്കി മേഖലയിൽ കൂട് സ്ഥാപിക്കുന്നതിന് അവിടെ നിന്ന് 300 മീറ്ററോളം മാറിയാണ് ഈ കടുവ പിന്നീട് കണ്ടത്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റൊരു കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാനുള്ള ശ്രമം നടത്താമെന്നുള്ളൊരു കാര്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇതിനുശേഷമാണ് വൈകുന്നേരത്തോടുകൂടി ഏകദേശം 5:30 കൂടിയാണ് ഈ ഒരു കടുവയെ മയക്കൂടി വെക്കാം എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. ശേഷം ഒരു പ്രഹസനം എന്നതുപോലെ ഈ കടുവയെ നിൽക്കുന്ന ഭാഗത്തേക്ക് അവർ എത്തുന്നു. അവിടെ നിരീക്ഷണം നടത്തിയ ശേഷം 6:30 കൂടി ദൗത്യം വെളിച്ചക്കുറവ് മൂലം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന് അവർ പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് കടുവയുടെ പിൻകാലിന് പരിക്കുണ്ട്. ഈ പരിക്കുള്ളത് കൊണ്ട് കടുവ അധിക ദൂരം സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഈ ഒരു നിലവിലുള്ള ഒരു ചതുപ്പ് മേഖല കേന്ദ്രീകരിച്ച് തന്നെ ഈ ഒരു കടുവയുണ്ടാവും. ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ നിലവിൽ ഇപ്പോഴും ഈ ദൗത്യം ഇത്തരത്തിൽ വലിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഒരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആളുകൾ, അതായത് സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുമ്പോൾ പോലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഇനി ഇപ്പോഴാണെങ്കിൽ പോലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഈ ഡ്രോൺ പറത്തുന്നു. അതിനുശേഷം ഡ്രോൺ പിൻവലിച്ചുകൊണ്ട് കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വിശദീകരണം നൽകുന്നു. നിലവിലിപ്പോൾ ഈ ചതുപ്പിനപ്പുറത്തേക്ക് മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൂടി ഇത്തരത്തിൽ ഒരു പരിശോധന നടത്താനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പരിശോധനയിലെങ്കിലും ഈ കടുവയെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അതിന്റെ ആ ഒരു പ്രതീക്ഷയുടെ ആളുകളും നിൽക്കുന്നത്. എന്തായാലും കടുവയെ ഇനിയും കണ്ടെത്താൻ സാധിച്ചില്ല, ഇന്ന് പിടികൂടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനകീയ പ്രതിഷേധം മേഖലയിൽ ഉടലെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്.
ശരി, സുബിനാണ് വിവരങ്ങൾ നൽകിയത്. കടുവയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായിരുന്നാലും തുടർ നടപടികൾ വേഗം തന്നെ ഫോറസ്റ്റ് വനംവകുപ്പ് എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ രോഹിണി? സാംസ്കാരിക മൂല്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കാൻ ബാലഗോകുലം എന്ന മഹാപ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകിയ MA കൃഷ്ണൻ വിശ്രമ ജീവിതത്തിനിടെ തന്റെ ജന്മനാട്ടിലേക്കെത്തി. കൊല്ലം ഐവർകാല പുത്തനമ്പലത്തിലെ വസതിയിലെത്തിയ ഗുരുനാഥനെ കാണാനും അനുഗ്രഹം തേടാനും ബാലഗോകുല അംഗങ്ങളും എത്തിയിരുന്നു. 96-ാം വയസ്സിലും ഊർജ്ജസ്വലമായ വാക്കുകളോടെയാണ് ബാലഗോകുലത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. മറവുതോട്ടത്തിൽ അയ്യപ്പൻ കൃഷ്ണൻ എന്ന MA കൃഷ്ണൻ ഭാരതീയ സംസ്കാരത്തിന്റെ ഗുണഗണങ്ങൾ പുതുതലമുറയ്ക്ക് ഭംഗിയോടെ പകർന്നു നൽകാൻ ബാലഗോകുലം എന്ന കുട്ടികളുടെ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ പ്രിയപ്പെട്ടവരുടെ MA സാർ എറണാകുളത്തെ RSS പ്രാന്ത കാര്യാലയത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെയാണ് അദ്ദേഹം ജന്മനാട്ടിലേക്കെത്തിയത്. തങ്ങളുടെ MA സാർ വന്നതറിഞ്ഞ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അരികിലേക്കെത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി ഓരോരുത്തരും വീടിന്റെ മുറ്റത്ത് അണിനിരന്നു. 96-ാമത്തെ വയസ്സിലും ബാലഗോകുലത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് പഴയ ഗോകുലം പ്രവർത്തകന്റെ ഊർജ്ജസ്വലതയോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ലോകത്തെ നേർവഴിക്ക് നയിക്കാനും സാംസ്കാരിക മൂല്യമുയർത്താനും ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ബാലികാബാലന്മാർ ഒരുമിച്ച് കൂടുന്നതായ പ്രതിദിനം അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അതിൻ്റെ സൗകര്യം അനുസരിച്ച് ഒരുമിച്ച് കൂടുന്നതായ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ബാലികാബാലന്മാർ ഒരുമിച്ച് കൂടുന്നതായ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് ബാലഗോകുലം. നമുക്ക് ഇവിടെയും ഒരു ബാലഗോകുലം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലും വേണ്ട ഐശ്വര്യം ഉണ്ടാകത്തക്ക രീതിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ ഐശ്വര്യവും ഈ നാടിനും നമുക്കും നമ്മുടെ അച്ഛനമ്മമാർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം. അതിന് നമുക്ക് നമ്മളുടേതായ ഒരു ബാലഗോകുലം അതിശക്തമായിട്ട് പ്രവർത്തിക്കണം. നമ്മുടെ മുൻപിൽ നമ്മളോടൊത്ത് വരുന്നവരെ എല്ലാവരെയും കൂട്ടായ്മയാണ്, ഒരുമിച്ച് കൂടുക. അതുകൊണ്ടാണ് ബാലഗോകുലം. ബാലന്മാരുടെ ഗോകുലം, ഗോകുലത്തിലെ കുട്ടികളുടെ ഒരുമിച്ച് ചേരൽ അത് അത്യാവശ്യമാണ്. കുരുന്നുകളോടൊപ്പം കഥകൾ പറഞ്ഞും പാട്ടുപാടിയും മധുരം പങ്കുവച്ചും അദ്ദേഹവും അവരിൽ ഒരാളായി മാറി. MA സാറിന്റെ അനുഗ്രഹം തേടി കുട്ടികളെ കൂടാതെ അയൽവാസികളും ബന്ധുക്കളും സ്വയം സേവകരും എത്തിയിരുന്നു. പുത്തനമ്പലം NSS കരയോഗം പ്രസിഡന്റ് സുരേഷ്, കുന്നത്തൂർ പഞ്ചായത്ത് അംഗം അനീഷ്യ തുടങ്ങിയവർ MA കൃഷ്ണന് ആദരവ് നൽകി. 2 ദിവസത്തേക്ക് ജന്മനാട്ടിലേക്കെത്തിയ അദ്ദേഹം തിരികെ എറണാകുളത്തേക്ക് മടങ്ങും. ജനം, കൊല്ലം. രോഹിണി, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ MLA KT ജലീൽ പറഞ്ഞിരുന്നു, മദ്രസ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് കേസുകളിൽ പിടിയിലാവുന്നതെന്ന്. അപ്പോൾ KT ജലീലിനെതിരെ ഇപ്പോൾ ആ പരാമർശത്തെ വിമർശിച്ച് സമസ്ത രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് അറിവും പ്രവൃത്തിയും രണ്ടാണെന്നും അറിവുള്ള എല്ലാവരും സന്മാർഗം പോകണമെന്നില്ലെന്നും സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ K മൊയ്ൻകുട്ടി മാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. സാഹചര്യമാണ് പ്രധാന പ്രശ്നം. മദ്രസ കേന്ദ്രീകരിച്ച് മാത്രം പോരാ, എല്ലാ മേഖലയിൽ കേന്ദ്രീകരിച്ചും ലഹരിക്കെതിരെ ബോധവൽക്കരണം ഉണ്ടാകണമെന്നും K മൊയ്ൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. അത് അറിവും പ്രവർത്തനവും രണ്ടാണല്ലോ. ഇൽമും അത് പ്രകാരമുള്ള അമല്, അതായത് പ്രവർത്തിക്കുക, അത് രണ്ടും രണ്ടാണ്. അറിവുണ്ടായ എല്ലാവർക്കും സന്മാർഗം ലഭിക്കണമെന്നില്ല. പിന്നെ ജലീൽ പറഞ്ഞ മാതിരി അത്രമാത്രമൊന്നുമില്ല. അപ്പോൾ അറിവുള്ള പലരും അങ്ങനെ പഴച്ചു പോയിട്ടുണ്ട്. അറിവുള്ളവർ ആരും പഴച്ചു പോകില്ല എന്ന് പറയാൻ പറ്റൂല. അത് സാഹചര്യം. നമ്മൾ സാഹചര്യം ശുദ്ധീകരിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കണം. സാഹചര്യം വളരെ മോശമായിട്ടുണ്ട്.
മദ്രസ കേന്ദ്രീകരിച്ച് മാത്രം പോരാ, എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിലാണ് ബോധവൽക്കരണം നടത്താൻ നമ്മൾക്ക് സാധിക്കാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും വെറുതെ ഇരുന്നാൽ പറ്റൂല. നമ്മളെല്ലാവരും പരമാവധി നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിനേക്കാൾ മോശമായ കാലം വരൂലെന്നൊന്നും പറയണില്ല, എങ്കിലും ഇപ്പോൾ ബോധവൽക്കരണം വളരെ ആവശ്യമായിട്ടുള്ളൊരു കാലമാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കെ മോയിൻകുട്ടി മാസ്റ്റർ പറയാതെ പറഞ്ഞിരിക്കുകയല്ലേ KT ജലീലിന്റെ പരാമർശം ശരിയാണെന്ന്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ KT ജലീലിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്രസ വിദ്യാഭ്യാസത്തെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു ഇന്നലെ KT ശരി അരുൺ, ദയവായി തുടരുക, ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണും. നമുക്ക് തത്സമയത്തിലേക്ക് പിടിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത്. പക്ഷെ ഇതുവരെയായിട്ടും ആ പ്രക്രിയ പുരോഗമിച്ചിട്ടില്ല, ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ആ സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ 2 ദൗത്യങ്ങൾ ഒരേ സമയം നമുക്ക് വനംവകുപ്പിന് നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. ഒന്ന് വന്യജീവിയെ സംരക്ഷിക്കുകയും മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്യുന്ന 2 ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു സംഘർഷമുണ്ട്, മാനസിക സംഘർഷമുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം. ആ പ്രദേശത്ത് അപകടം ഉണ്ടാക്കാതിരിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കഴിയുന്നതും വേഗം ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയണമെന്ന നിലയിലാണ് ഇപ്പോൾ ആലോചനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് നിലവിൽ? അല്ല, പുതിയതൊന്നുമില്ല. പൗരാ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ല, അതാ പറഞ്ഞ അതൊരു ഹൈ റിസ്ക്കാണ്. പക്ഷേ റിസ്ക്കും നാട്ടുകാരുടെ പ്രശ്നം രണ്ടും തമ്മിൽ, ജനങ്ങളും മൃഗവും തമ്മിൽ ഏതിനാണ് എന്നതിൻ്റെ അകത്തൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഉത്കണ്ഠയുണ്ടല്ലോ. ഈ ഉത്കണ്ഠ ഇപ്പോൾ 1 ദിവസം 2 ദിവസമായി 3 ദിവസമായി കാത്തു നിൽക്കുന്നു. പക്ഷേ അതിന് പരിഹാരം കാണാൻ കഴിയാത്തിടത്തോളം കാലം ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ മയക്കുവെടി വെച്ച് പിടിച്ച് ചികിത്സിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. സെക്രട്ടറിമാരെല്ലാം പ്രതികരിച്ചാണ് ഇപ്പോൾ പോലുള്ള കർഷക സംഘടനകൾ ഇന്ന് അവിടെ പ്രതിഷേധവും ആ പഞ്ചായത്ത് മെമ്പർമാർക്ക് സ്വീകരണമൊക്കെ കൊടുക്കുന്നത് അനുമോദിക്കുന്നൊക്കെയുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? തീരുമാനമായിട്ട് മുന്നോട്ട് പോവാണ്. അല്ല, അവർ ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അത് നല്ല ചൂടുവെപ്പായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേരള സർക്കാർ നിയമസഭയിൽ പാസ്സാക്കിയ പ്രമേയത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടായിരിക്കും കോടതിയിൽ ചക്കട്ടപ്പാറ പഞ്ചായത്ത് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ആ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടായിരിക്കും നമ്മൾ സ്വീകരിക്കുക. കാരണം അതിലൊരു ഗവൺമെൻറ്റുമായിട്ട് പ്രതിഷേധത്തിനും തർക്കത്തിനും അത് വരുന്നത് കുറച്ചും കൂടി രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അവരുടെ തീരുമാനത്തെ നമ്മൾ പറഞ്ഞത് ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് അങ്ങനെ ചെയ്യാമോ ഇല്ല എന്നുള്ളതാണ്. അല്ല, ജനങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതായാലും അവരത് മനസ്സിലാക്കിയിട്ട് നിയമത്തിൻ്റെ വഴിയെ പോകാൻ തീരുമാനിച്ചു. ഗ്രാമ്പിലെ കടുവയെ മയക്കുവെടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു മന്ത്രി കെ ശശീന്ദ്രൻ പങ്കുവച്ചുകൊണ്ടിരുന്നത്. വീണ്ടും അരുൺ കൊടുങ്ങൂറിലേക്ക്. അരുൺ, തുടരാം. തീർച്ചയായും അങ്ങനെ കഴിഞ്ഞ ദിവസമായിരുന്നു KT ജലീലിന്റെ ഈ പ്രസംഗം നമ്മൾ പുറത്തുവിട്ടത്. ഇത് വലിയ രീതിയിലുള്ള ചർച്ച സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമസ്ത ഈ വിഷയത്തിൽ നിലപാട് എത്തിയിരിക്കുന്നതിലും മദ്രസ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് സമസ്ത മുന്നോട്ട് വെക്കുന്നത്. അതിൽ അവർ പറഞ്ഞ വാദങ്ങൾ ഇങ്ങനെയാണ്: അറിവും പ്രവൃത്തിയും 2ആണ്. അറിവുള്ള എല്ലാവരും സന്മാർഗം പോകണമെന്നില്ല. അറിവുള്ള പലരും പിഴച്ചു പോയിട്ടുണ്ട്. സാഹചര്യമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതീവ മോശമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹം ഇതിന് മറുപടിയായി, ജലീലിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. മദ്രസ
കേന്ദ്രീകരിച്ച് മാത്രം എന്തെങ്കിലും തരത്തിലുള്ള ബോധവൽക്കരണം നടത്തിയാൽ പോരാ. സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കൃത്യമായി തന്നെ ഈ ബോധവൽക്കരണം നടത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ജലീൽ പറഞ്ഞത് ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പിടികൂടുന്ന ആളുകൾ ഈ മദ്രസയിൽ പോയിട്ടുള്ളതാണ്. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ന്യൂനതകളെ കുറിച്ചായിരുന്നു അദ്ദേഹം ഇന്നലെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തത്. ഇത് വലിയ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംസ്ഥാന നേതാക്കളുടെ ഈ ഒരു മറുപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഹിണി, എന്തായാലും KT ജലീലിന്റെ മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് സമസ്ത രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്ര ഉത്സവത്തിൽ CPM രക്തസാക്ഷി വാഴ്ത്തുപാട്ട് ആലപിച്ചത് ക്ഷേത്രങ്ങളെ മാർക്സിസ്റ്റ്വത്കരിക്കുന്നതിന്റെ ഭാഗമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ഡിവൈഎഫ്ഐയുടെ പതാകയും എഴുത്തുകളും സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് ക്ഷേത്രാന്തരീക്ഷത്തിന്റെ പാവനതയെ നശിപ്പിക്കുകയും വിശ്വാസികളെ മുറിവേൽപ്പിക്കുകയും ചെയ്ത നടപടി ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും RV ബാബു പറഞ്ഞു. ക്ഷേത്രങ്ങൾ കൈപ്പിടിയിലാക്കി രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കി മാറ്റാനുള്ള CPM അജണ്ടയാണ് സംസ്ഥാനത്തെങ്ങും നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വിശ്വാസത്തെയും ആചാരങ്ങളെയും ഒക്കെ അപമാനിക്കുന്ന, ക്ഷേത്രാന്തരീക്ഷത്തെ നശിപ്പിക്കുന്ന, മലിനപ്പെടുത്തുന്ന ഇത്തരം നടപടികൾ ആസൂത്രിതമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുത്തും ക്ഷേത്രത്തിനുള്ളിൽ കടന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നശിപ്പിക്കുക എന്ന തന്ത്രമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ഈ നടപടി മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കാനും ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത് ചെയ്യുന്നത്. ഇത് മത തീവ്രവാദികൾക്ക് ശക്തി പകരാനും മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കാനുമാണ്. ഇതിനെതിരെ ശക്തമായി ഹൈന്ദവ സമൂഹത്തിൻ്റെ ജനരോഷം ഉയരും. ഹിന്ദുക്കൾ ശക്തമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഹിന്ദു വിരുദ്ധ വിശ്വാസികൾക്ക് എതിരായിട്ടുള്ള ആചാരങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരായി ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരും. കണ്ണൂർ പാനൂർ മേഖലയിലെ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില അനിയന്ത്രിതമായി വർദ്ധിച്ചതോടെ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്ത്. അധികൃതരുമായി ചർച്ച നടത്തി വില കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടും ക്വാറി ക്രഷർ ഉടമകൾ വില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വില കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ തീരുമാനം. ഈ അടുത്ത കാലത്തായി ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് 3 തവണയാണ് വില വർദ്ധിച്ചത്. അടുത്ത ഘട്ടത്തിൽ 5 രൂപയും പിന്നീട് 3 രൂപയും 2 രൂപയും വർദ്ധിച്ചു. വിലവർധന നിർമ്മാണ മേഖല ഉൾപ്പെടെ ബാധിക്കുമെന്ന് കണ്ടതോടെ ഫെബ്രുവരി 18 കളക്ടറുടെ നിർദ്ദേശപ്രകാരം ADM യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ വിലവർധന 10 രൂപയിൽ നിന്ന് 4 രൂപയെ കുറയ്ക്കാനും തീരുമാനിച്ചു. എന്നാൽ തീരുമാനത്തിന് വിരുദ്ധമായി ക്രഷർ ക്വാറി ഉടമകൾ 1 രൂപ മാത്രമാണ് കുറയ്ക്കാൻ തയ്യാറായതെന്നും തൊഴിലാളികൾ പറയുന്നു. നമ്മുടെ തീരുമാനം സമരമായിട്ട് ശക്തമായി സമരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനും കാരണം ഇത് ഒരു തൊഴിലാളി വിഷയം മാത്രമല്ല, ജനകീയ വിഷയം കൂടിയാണ്. ജനങ്ങളെയും ജുഡീഷ്യറിയും വെല്ലുവിളിക്കുന്നൊരു നിലപാടാണ് എന്താ പറയുക, ഈ കുറേ മാഫിയകൾ എന്ന് തന്നെ പറയണം. കാരണം അത്രയും സാമ്പത്തികം എറിഞ്ഞുകൊണ്ട് പോലീസിനെയും ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ട് ശരിക്കും ജനങ്ങളെയും ജുഡീഷ്യറിയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് മുഴുവൻ ട്രേഡ് യൂണിയനും എല്ലാ യുവജന പ്രസ്ഥാനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് സമരം ചെയ്യാനാണ് ഈ സമരസമിതിയുടെ തീരുമാനം. കലക്ടറുടെ യോഗത്തിൽ മാത്രമേ ഇനി വരാവുന്ന വില വർധനവ് ഉണ്ടാവൂ എന്നുള്ളത് തീരുമാനത്തിൽ അന്ന് ഈ അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ സമ്മതിച്ച് പിരിഞ്ഞതാണ്. അതിന് വിപരീതമായി 1/12/2024 വീണ്ടും 5 രൂപ വർദ്ധിപ്പിച്ചു. ഒരു പൂട്ടിന്മേൽ 5 രൂപ വർദ്ധിപ്പിച്ചു. അതിനുശേഷം വീണ്ടും 3 രൂപ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഒരു പൂട്ട് ജില്ലയ്ക്ക് 42 രൂപ എന്ന നിലയിലാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർധന പിൻവലിച്ചെങ്കിലും ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജനം, കണ്ണൂർ. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു. കണ്ടുകെട്ടിയ സ്വത്ത് വകകൾ ലേലം ചെയ്ത് പണം കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള 7 ഹർജികൾ കലൂർ PMLA കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക്. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ?
രോഹിണി, കരുവന്നൂരിൽ സമാനതകളില്ലാത്ത തട്ടിപ്പിനാണ് നിക്ഷേപകർ ഇരയായിട്ടുള്ളത്. ആ ഇരയായ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടുന്നതിലാണ് ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ലേലം ചെയ്ത് നഷ്ടപ്പെട്ട തിരികെ നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ പോലും ആ തരത്തിലൊരു നടപടി വേഗത്തിലാക്കണമെന്നാണ് 7 ഹർജികൾ ഇന്ന് കലൂർ PMA കോടതി പരിഗണിക്കുന്നത്. 1 വർഷമായി അധികമായി ഹർജികൾ ഇതുവരെ തീർപ്പായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷം കോടതിയിൽ വിശദമായ വാദങ്ങൾ നടക്കുകയുള്ളൂ. നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാനുള്ള എല്ലാ നീക്കങ്ങളോടും പൂർണ്ണമായ അനുകൂല സമീപനമാണ് EDക്ക് ഉള്ളത്. എന്നാൽ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് തിരികെ നൽകുന്ന നടപടിയിലേക്ക് കടക്കാനുള്ള EDയുടെ നിർദ്ദേശം കരുവന്നൂർ ബാങ്ക് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ED നൽകിയ ഹർജിയിൽ ഈ മാസം 27-നാണ് കരുവന്നൂർ ബാങ്ക് നൽകാനുള്ള സത്യവാങ്മൂലം ബാങ്ക് നൽകുമെന്ന ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നിക്ഷേപകർ ഹർജി നൽകുമ്പോൾ 88 കോടി രൂപയുടെ സ്വത്തുക്കളായിരുന്നു കണ്ടുകെട്ടിയിരുന്നത്. നിലവിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളുടെ മൂല്യം ഇപ്പോൾ 128 കോടി രൂപ ആയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രോഹിണി. ശരി അഖിൽ, എന്തായാലും കരുവന്നൂരിൽ നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിലെ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുകയാണ്. കണ്ടുകെട്ടിയ സ്വത്ത് വകകൾ ലേലം ചെയ്ത് പണം കൈമാറണം എന്നാവശ്യപ്പെട്ട ഹർജികളുണ്ട്. പക്ഷേ ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.